Good evening, officers. Can you hear me? Yes, sir. So great. Great to have you here. I'm sure you're all busy in your studies, maybe in your preparation for your celebration of New Year. So I thought that we must interact for some time so that we can set certain things right and launch our 2024 in a better way. Okay, so bear with me for maybe one hour, 45 minutes to 1 hour. I'm also busy like you, but I'm busy with people like you, people who are dreamers. Say, I always believe that this universe belongs to dreamers like you. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു. Language should not be a barrier because we have so many important things to discuss. എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഓരോ വർഷവും പിറക്കുമ്പോൾ നമ്മൾ പുതിയ വർഷത്തെ വളരെയധികം ആഹ്ലാദത്തോടു കൂടി വരവേൽക്കാൻ ഒരു വെമ്പൽ കാണിക്കാറുണ്ട്. We are a little bit too anxious and too say proactive in receiving the new year, but when we say goodbye to the year which is going, we have some kind of a sense of loss, a sense of not doing what should have been done or something like that is always there, lurking behind maybe the superfluous celebrations that we have in our mind. എപ്പോഴും അങ്ങനെയാണ്. 2023 എന്ത് നൽകി എന്നുള്ളതിനെ പറ്റി, അല്ലെ 2023 നമ്മൾ എന്ത് നൽകി എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ചിന്ത നടത്തിക്കൊണ്ട് തന്നെ വേണം 2024 നമ്മൾ പ്രവേശിക്കാൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഒരു ന്യൂ ഇയർ ഈവിന്റെ തിരക്കിൽ നിന്ന് അല്പമൊന്ന് മാറി നിന്ന് സ്വതന്ത്രമാകുന്ന ഒരു സായന്തനത്തിൽ നിങ്ങളോട് സംവദിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി ഒരുപാട് ആലോചിച്ച് നഷ്ടബോധത്തോടു കൂടി ചിന്തിച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. സാധാരണഗതിയിൽ പറയാറുണ്ട്, മത്സരിക്കുന്നവർക്ക് മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് വിജയിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കുന്നു. എപ്പോഴും അങ്ങനെയാണ്. there are no failures actually. എക്സ്പീരിയൻസസ് മാത്രമാണ് ഓരോ ഫെയിലിയറും ഒരാൾക്ക് നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ആ ചിന്തയുടെ ആന്തരികമായ അർത്ഥം എന്ന് പറയുന്നത്. നിങ്ങളിപ്പം പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇതിൽ ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളവരായിരിക്കും. 2023 എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചവരായിരിക്കും. ചില അച്ചീവേഴ്സ് ഈ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ഒരു മീറ്റിങ്ങിലേക്ക് എല്ലാവർക്കും വരാനുള്ള ഒരു സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ടാവാം, അതല്ലെങ്കിൽ ഇപ്പൊ മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം, പൂർണ്ണ മനസ്സോടുകൂടി അങ്ങനെ അധ്വാനിക്കുന്നവരും അർദ്ധ മനസ്സോടുകൂടി ചെയ്യുന്നവരും മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ശരിക്കും ഉറപ്പില്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചേർന്നതാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിനിടയിൽ നിന്ന് ഓരോരുത്തരും ഇൻഡിവിജ്വലി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു 2023 എന്നെ സംബന്ധിച്ചിടത്തോളം? വാട്ട് വാസ് ആക്ച്വലി 2023 ഫോർ മീ? വാട്ട് ആക്ച്വലി ഡിഡ് 2023 do for me? What has been done in 2023 by me and my activities? ഇതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ സെലിബ്രേഷൻസ് മാത്രമല്ല. ന്യൂ ഇയർ സെലിബ്രേഷൻസ് നിർബന്ധമായും നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യണമെന്ന്, അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് ഇതിൽ കാണുന്നതല്ല എങ്കിൽ ഒന്ന് ഇതിലേക്ക് ജസ്റ്റ് ചെയ്യുക. നിങ്ങളെ ഗുഡ് ഈവനിങ് മെസ്സേജ്, ഒരു റെസിപ്രോക്കേഷൻ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഗുഡ് ഈവനിങ് മെസ്സേജ് അവിടെ ഉണ്ട്. നിങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജസ്റ്റ് സെൻഡ് ഇൻ യുവർ ഗുഡ് ഈവനിങ് മെസ്സേജസ്, യു ക്യാൻ സെൻഡ് ഇൻ യുവർ ബാച്ച് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് മെല്ലെ ഈ സെഷനിലേക്ക് പോകാം. കുറച്ച് ആൾക്കാരോട് വരുന്നുണ്ട്. എല്ലാവരെയും ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ IT ടീമിനോട് ആവശ്യപ്പെടുന്നു. എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുക. ഹൂവർ കംസ് ഇൻ ദിസ് വേ, വഴിപോക്കരായാലും വഴിക്കെന്നും വരുന്നവരായാലും എപ്പോഴോ വന്നു പോയവരായാലും മുമ്പ് എവിടെ വെച്ചോ പരിചയത്തിന്റെ പേരിൽ കയറുന്നവരായാലും എല്ലാവർക്കും ഈ ന്യൂ ഇയറിന്റെ തുടക്കത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുവാൻ സുസ്വാഗതം. കാരണം ഇതൊരു പബ്ലിക് ഡൊമൈനിലുള്ള സംഗതിയായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം യുവാക്കളായ എല്ലാവർക്കും മത്സരിക്കുവാനും വിജയിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ലോകമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് തിരിച്ചറിയുകയും എവിടേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ നടക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനമാണ്.
അത് മറ്റൊരാൾക്കും നമ്മൾക്ക് വേണ്ടി എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ തീരുമാനമെടുത്ത് സന്തോഷത്തോടു കൂടി തന്നെ 2023 യാത്രയാക്കി 2024 കടന്നു പോകുവാനുള്ള ഒരു സംവിധാനമാണ് ഈ ന്യൂ ഇയറിന്റെ ഈ സമയത്ത്, അല്ലെങ്കിൽ 2023 മെല്ലെ 2024 ഒരു ഷെയ്ക്കൻഡ് കൊടുത്തു പോകുന്ന ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ അഗ്രി എന്ന് ടൈപ്പ് ചെയ്തിടുക. എന്റെ സുഹൃത്തുക്കൾ ചിലരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നത് കേൾക്കുന്നുണ്ടാവും, ചിലർ ബസ് സ്റ്റാൻഡിലായിരിക്കും, ചിലർ വീട്ടിലേക്ക് എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ, ചായ കുടിച്ചിട്ടുണ്ടാവില്ല, പല അവസ്ഥയിലുണ്ടാകും. എന്നാലും ഇതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, റെഡി? ഇപ്പൊ നമ്മൾ ഈ ചിന്തകളെ ഒന്ന് സംക്ഷിപ്ത രീതിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രസന്റേഷൻ, ഒരു കുറച്ച് ഫ്യൂ സ്ലൈഡ്സ് ഐ വിൽ ബി യൂട്ടിലൈസിങ്, ദാറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പൊ ഇതില് ആദ്യമേ തന്നെ പറയട്ടെ, അടുത്ത SBI പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, 2024 ആദ്യത്തെ പരീക്ഷ 2024 മുഴുവൻ ഭാഗതയും തീരുമാനിക്കുന്ന പരീക്ഷയല്ല. അന്ധവിശ്വാസങ്ങളോടൊക്കെ ടാറ്റ പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കണം. 2024 ജനുവരിയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകളും വിജയിക്കുവാൻ വേണ്ട ഊർജ്ജം സംഭരിക്കാനുള്ള അവസരമായി തന്നെ അത് ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പരീക്ഷയിലും തുടർന്നുള്ള പരീക്ഷകളിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഇത് മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുക. നമുക്ക് നമ്മളുടെ ഒരു സെഷനിലേക്ക് പോവുക. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറയണം. നമ്മൾ ഇന്നത്തെ തീം തന്നെ ഫ്രം റെസൊല്യൂഷൻസ് ടു റിസൾട്ട്സ്. സാധാരണഗതിയിൽ എല്ലാ ന്യൂ ഇയറിനും 2023 നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ജനുവരിയിൽ നമ്മളെടുത്ത റെസൊല്യൂഷൻസ് ഉണ്ടാവും. ഈ റെസൊല്യൂഷൻസ് ആദ്യത്തെ 2 ആഴ്ച കഴിയുമ്പോൾ മെല്ലെ മെല്ലെ മറന്നു പോവുകയും അതിങ്ങനെ അടിഞ്ഞുകൂടി അവസാനം 2024 എത്തുമ്പോൾ വീണ്ടും ഇത് കൂട്ടി നമ്മളൊരു പുതിയ റെസൊല്യൂഷൻ സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ റെസൊല്യൂഷൻ എടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വിജയം ഉണ്ടാകുന്നില്ല. വിജയം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കണം. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് റിസൾട്ടിലേക്കുള്ള യാത്ര തന്നെയായിരിക്കണം ഇനി അങ്ങോട്ടുള്ള ജീവിതം. 22 വയസ്സോ 20 വയസ്സോ 21 മുതൽ 27 വയസ്സ് വരെയുള്ള ഒരു സാധാരണ, എനിക്ക് ഒട്ടും പ്രായമായില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം 30 വയസ്സ് കഴിഞ്ഞത് കൊണ്ട് 34, 35, 36 വയസ്സിലേക്ക് പ്രവേശിക്കുമ്പം ഞാൻ ഒരുപാട് പ്രായം ചെന്നുപോയി എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗവുമായി ഈ യുവത്വത്തെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. എന്റെ മുന്നിലിരിക്കുന്ന മിക്കവാറും ആൾക്കാരിൽ ഇങ്ങനെ 2 വിഭാഗങ്ങൾ ഉണ്ടാവും. ചിലർക്ക് തോന്നുക എനിക്ക് ഒരുപാട് സമയമുണ്ട് എന്നാണ്, ചിലർക്ക് തോന്നുന്നത് അയ്യോ എനിക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. രണ്ടും വറിയിങ് മാത്രമാവുമ്പോൾ, രണ്ടും നമ്മളുടെ അസ്വസ്ഥതകളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അതായത് നമ്മൾക്ക് ആക്ഷൻ എടുക്കണമെങ്കിൽ ഇമോഷൻസ് പോരാ. ഇമോഷൻസ് ഒരു പക്ഷേ ആക്ഷൻ എടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള അവസ്ഥ വരെ നമ്മൾ എത്തിച്ചു വന്നിരിക്കും. ആക്ഷൻ എടുക്കണമെങ്കിൽ ഇന്റലിജൻസ് തന്നെ അവിടെ ആവശ്യമാണ്. ഇന്റലിജന്റ് ആയിട്ട് ആക്ട് ചെയ്താലേ, ഇന്റലിജന്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ. ഇമോഷൻസ് നമ്മളെ ആക്ടിവിറ്റീസിന്റെ അടുത്തേക്ക് എത്തിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്റലിജൻസ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 2 ഗ്രൂപ്പിലുള്ളവരോട് ആദ്യമേ എനിക്ക് പറയാനുള്ളത്, 365 ദിവസങ്ങളിൽ ഒരു വർഷം കടന്നു പോകാൻ വെറും 365 ദിവസങ്ങൾ മതി. 365 ദിവസങ്ങളേ ഉള്ളൂ ഒരു വർഷത്തിൽ. 86,400 സെക്കൻഡുകൾ മാത്രം. ഈ സെക്കൻഡുകൾ കണക്കിന് പൊഴിഞ്ഞു പോകുന്ന ഇതിലെവിടെയോ നമ്മളുടെ സ്വപ്നമുള്ളത്, നമ്മുടെ യാഥാർത്ഥ്യമുള്ളത്, നമ്മളുടെ ജോലിയുള്ളത്, നമ്മുടെ കരിയർ ഉള്ളത്, നമ്മുടെ ബാങ്ക് ബാലൻസും, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീടും, നമ്മളിനി നയിക്കാൻ പോകുന്ന കുടുംബജീവിതവും ഒക്കെ ഉള്ളത് ഈ 86,400 സെക്കൻഡുകളുടെ ഉള്ളിലാണ്. സാധാരണഗതിയിൽ ഉള്ളിലെല്ലാം മഴത്തുള്ളികൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എവിടെയോ നിങ്ങളുടെ വിജയം ഈ 86,400 സെക്കൻഡുകളിൽ എവിടെയോ ഒരു ചെറിയ പ്രിസത്തിനുള്ളിലേക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകളുടെയും അധ്വാനത്തിന്റെയും കിരണങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിൽ അതിനോട് സമീപിക്കുമ്പോൾ മാത്രമേ വിജയത്തിന്റെ മഴവില്ലുകൾ തെളിയുന്നത് നിങ്ങൾക്ക് സാധിക്കൂ കാണുവാൻ. അത് മറന്നു പോകാതിരിക്കുക. എന്താണ് 2023 നമുക്ക് നൽകിയ പാഠങ്ങൾ? The lessons that we learned. Say actually 365 days. എത്ര പേർ ഈ 365 ദിവസം അനുഭവിച്ചു എന്നറിയില്ല. എത്ര നേരം ഉറങ്ങി എന്നറിയില്ല. 24 മണിക്കൂറിൽ ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാള് 1/3 ഉറങ്ങിപ്പോവുകയാണ്. 1/3 ഉറങ്ങിപ്പോകുന്ന ഒരാള് 365 ദിവസത്തില് എത്ര ദിവസം ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഏകദേശമൊക്കെ ഉറങ്ങിപ്പോയത് ഏകദേശം 122 ദിവസമാണ്.
ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഓരോ മണിക്കൂർ ചെലവാക്കിയവൻ എത്ര ചെലവാക്കി എന്നുള്ളത് അന്വേഷിച്ച് നോക്കണം. ഞാനിത് പറഞ്ഞു തരുന്നത് ജീവിതം ആസ്വദിക്കരുത് എന്നല്ല, ജീവിതം പൂർണ്ണമായി ആസ്വദിക്കണമെന്നാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം ആസ്വദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഫിലോസഫിയിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് ചെയ്യുന്ന മേഖലകളിലെല്ലാം വിജയിക്കാൻ സാധിക്കൂ. എന്റെ ഇഷ്ടം എന്താണോ അത് കണ്ടെത്തും, അവിടേക്ക് ഞാൻ അധ്വാനിക്കും എന്നുള്ളത് ഒരു പഴഞ്ചൻ പുരാണവും തത്വശാസ്ത്രവുമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യുവാനുള്ള അവസരം എല്ലാവർക്കും എപ്പോഴും ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണത്? എന്ത് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതിലേക്ക് നമ്മളെ മനസ്സിനെ നയിച്ച് വിജയിപ്പിക്കുന്നവരാണ് സാധാരണഗതിയിൽ മാസ്റ്റേഴ്സ് ആയി മാറുന്നത്. നിങ്ങളെല്ലാം മാസ്റ്റേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഇമോഷണൽ ഫോർബെയറൻസും ഇമോഷണൽ സ്ട്രെങ്ത്തും ഉള്ള ആൾക്കാരാണ്. മിക്കവാറും എല്ലാവർക്കും തന്നെ EQ, സോഷ്യൽ കൗശല്യം ഒക്കെ ആവശ്യത്തിലധികമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായിട്ടുള്ള അവബോധവും ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ്സും ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആ ലെവലിലൊക്കെ തന്നെ നമുക്ക് അബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും. എന്തും ഇഷ്ടപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ 365 ദിവസം കടന്നുപോയത് 2023 365 ദിവസം എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഒരു പക്ഷെ തോന്നാം ലോസ്റ്റ്, അതല്ലെങ്കിൽ എന്തൊക്കെയോ നേടി എന്ന് തോന്നാം, അതല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല, ഇത്ര പെട്ടെന്ന് പോയോ. മിക്കവാറും ആൾക്കാരുടെ ചിന്ത അതായിരിക്കും, 2023 എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ശരിയല്ലേ? Just you have to scroll up your WhatsApp message system. You can see that after maybe 10, 20, 30 times you scroll down, maybe in certain connections, you have to scroll down only 1 or 2, 3 messages that you can see that you might have sent a Happy New Year message to a close relative of yours who is maybe staying in Mumbai or somewhere else. Only 2 messages a year. Happy New Year or Happy Birthday. റൈറ്റ്? സോ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ അങ്ങ് പോയല്ലോ, ഞൊടി ഇടയിൽ അങ്ങ് പോയല്ലോ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങളിൽ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, 365 ദിവസവും ഒരുപോലെ രേഖപ്പെടുത്തി തന്നെയാണ് പോകുന്നത്. ഓരോ 24 മണിക്കൂറും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതക്രമത്തിലും നിങ്ങളുടെ ബയോളജിക്കൽ സൈക്കിളിലും എല്ലാം തന്നെ അതിൻ്റെതായ ഇംപ്രിൻസ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഈ അൺനോട്ടിസ്ഡ് എന്നൊരു പദം ഉപയോഗിച്ചത്. ശ്രദ്ധിക്കാതെ പോയി, ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല. 365 നോക്കൂ, ജനുവരി 1-ാം തീയതി ഒരു ദിവസത്തിലേക്ക് അല്ലെങ്കിൽ 0 സെക്കൻഡിൽ നിന്ന് തുടങ്ങുന്ന 2024 പ്രയാണം 24 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ദിവസം പഴകിയതായി മാറും. അങ്ങനെ തന്നെയാണ് 7 ദിവസം ഒരാഴ്ചയാകുന്നതും 4 ആഴ്ചകൾ കൂടി ഒരു മാസമാകുന്നതും. അങ്ങനെ കൂടി ചേർന്ന് തന്നെ അവസാനം ഒരു ഡിസംബറിൽ 15 കഴിയുമ്പോൾ നമ്മൾ അടുത്ത ന്യൂ ഇയർ സെലിബ്രേഷനിലേക്കുള്ള മനസ്സ് മെല്ലെ ഒരുക്കുന്നതും ഇതാണ്. ഇതിനിടയിലാണ് 2023 നിങ്ങൾക്ക് എന്താണോ നേടാൻ സാധിക്കാത്തത് അത് 2024 കൈവിട്ടു പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2023 നമ്മളോട് പറഞ്ഞത് എന്ത്? ജനുവരിയിൽ ഞാൻ ചെയ്യേണ്ടത് എന്തായിരുന്നു, എന്ത് ചെയ്യാൻ വിട്ടുപോയി? ഫെബ്രുവരി എങ്ങനെ എനിക്ക് നഷ്ടമായി? മാർച്ചിൽ ഞാൻ എന്താണ് നേടിയത്? ഇങ്ങനെ ഓരോ മാസവും നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഡിസംബറിൽ ഇന്ന് ഒരു 30-ാം തീയതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നഷ്ടത്തിന്റെ ഒരു കണക്കാണോ ഉള്ളത്, അല്ലെങ്കിൽ നേട്ടത്തിന്റെ ചില കണക്കുകൾ അവ്യക്തമായെങ്കിലും ഉണ്ടായി വരുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറും പെൻസിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നടത്തുമെന്നുള്ളൊരു തീരുമാനം അവിടെ നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് നേടിയത്? ഒരു പക്ഷേ നമ്മൾ ഇവിടെ നിർബന്ധിക്കുന്നത് കൊണ്ട് പഠിച്ചു പോയൊരു 400 വാക്കുകളും അർത്ഥവും ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിർബന്ധമായി വായിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാ ദിവസവും വായിച്ച പത്രത്തിന്റെ ഒരു കണക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആത്മാർത്ഥമായോ അല്ലാതെയോ എഴുതിക്കൂട്ടിയ സംഭവങ്ങളുടെ പരമ്പരകളുടെ ഒരു ചിത്രം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്നിരുന്ന് പഠിക്കണമെന്നും നാളെ പരീക്ഷയുണ്ടെന്നും ഇവിടുന്ന് ഏതൊരു അധ്യാപകൻ പറഞ്ഞതിന്റെ പിന്നാലെ നടന്ന് 3-4 മണിക്കൂർ ഒരു പ്രത്യേക സബ്ജക്ട് പഠിക്കുവാൻ ഉപയോഗിച്ചത് ജീവിതത്തിൽ ആദ്യമായിരിക്കും. എല്ലാം നേട്ടങ്ങളാണ്. ആ ദിവസങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കുക. 365 ദിവസങ്ങളിൽ എല്ലാം എനിക്ക് പോയിട്ടില്ല. ഞാനിതാ എൻ്റെ വൊക്കാബുലറി എഴുതിയത്, ഞാൻ ഈ പരീക്ഷ ചെയ്തത്, ഈ ടെസ്റ്റ് ചെയ്തത്, ഇങ്ങനെ ഒന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയത് അമ്മൂമ്മയെ കാണാൻ വേണ്ടി പോയത്, എൻ്റെ കൈപിടിച്ച് നടത്തിയിരുന്ന വഴികളിലൂടെ അമ്മൂമ്മയുടെ കൈപിടിച്ച് ഒരു ഇത്തിരി നേരം നടന്നതെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് രേഖപ്പെടുത്താൻ 2023 ബാക്കി വെക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ 365 ദിവസം മുഴുവനായും പോയിട്ടില്ല എന്ന് തീർച്ചയായും ആശ്വസിക്കാം. പക്ഷെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ചില സെക്ഷനുകൾ ഉണ്ടാകും, അല്ലെ? സോഷ്യൽ ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ടാവും, അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട സംഗതികൾ ഉണ്ടാവും, കരിയറുമായി ബന്ധപ്പെട്ട സംഗതികൾ ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ വെൽത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ വേറെയും. ഇനിയിപ്പോ ഇതെല്ലാം അല്ലാതെ
നമുക്ക് സോഷ്യൽ എന്ന് പറയുന്നതിൽ തന്നെ ചാരിറ്റി, മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ പല മേഖലകളായി നമുക്ക് ഇതിനെ എല്ലാം തിരിക്കാം. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടാവും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൂടുതലായി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇനി നിങ്ങളുടെ ഹോബി റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരുപാട് സ്ഫിയേഴ്സിൽ ഉപയോഗിക്കേണ്ട 365 ദിവസങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഒരു വർഷമെന്ന്. ഒരു വർഷമെന്ന് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ശരിക്കും സയൻസ് വെച്ചൊക്കെ നോക്കുമ്പോൾ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങാൻ ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ 365 ദിവസം വെക്കുന്നത്. നമ്മുടെ ഭാഗ്യത്തിന് നിർഭാഗ്യത്തിനോ ജീവനുള്ളതും നമ്മളുള്ളതുമായ ഗ്രഹം ഭൂമി ആയതുകൊണ്ട്, ജസ്റ്റ് ബിക്കോസ് ഓഫ് വി ആർ ലക്കി ഓർ അൺലക്കി, ഇറ്റ് ഹാപ്പൻ ദാറ്റ് ലൈഫ് ഇസ് ദർ ഓൺലി ആസ് ഫാർ ആസ് വി നോ on the face of earth, and we happen to be living on the face of earth that we have 365 days. നമ്മൾ അതേ സമയത്ത് വീനസിൽ അല്ലെങ്കിൽ ശുക്രനിലൊക്കെ ആയിരുന്നെങ്കിലോ, വീനസിന്റെ ഒരൊറ്റ ദിവസത്തിനേക്കാൾ എത്രയോ സമയം കുറവാണ് ഒരു വർഷത്തിന് എന്ന് വായിച്ചൊരു ഓർമ്മയുണ്ട്. അപ്പൊ അത് അവിടെ വർഷത്തിന്റെ കണക്ക് മാറുമായിരുന്നു. ഇപ്പൊ നമുക്ക് 365 ദിവസമുണ്ട്, അല്ലെങ്കിൽ 365 ദിവസമുണ്ട് എന്നൊക്കെ പറയുന്നു. 2023 ഉണ്ടായിരുന്നു, 2024 ഉണ്ടാകും, 2025 ഉണ്ടാകും. പക്ഷേ ഇതൊന്നും നിങ്ങളോടൊന്നും പറയാതെ പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ജീവിതത്തെ എവിടെയാണ് നിങ്ങൾ പിടിച്ചു കെട്ടാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി രേഖപ്പെടുത്താൻ പോകുന്നത്? ഭാവിയിൽ അടുത്ത തലമുറ നിങ്ങളെപ്പറ്റി എന്താണ് ചർച്ച ചെയ്യേണ്ടത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ ഫാമിലി സർക്കിളിലെങ്കിലും നിങ്ങൾ ആരാണ് എന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് കേൾക്കേണ്ടത്? നമ്മൾ അറിയണ്ടേ? അതിനു വേണ്ടിയാണ് 2023 നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. എവിടെയാണ് പാളിയിട്ടുണ്ടെങ്കിൽ പാളിപ്പോയത്, എവിടെയാണ് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ നേടിയത് എന്നുള്ളത് രേഖപ്പെടുത്തണം. നേടിയിട്ടുള്ള മേഖലകളിൽ ഇത്തവണ 2024ലേക്കും കൂടുതൽ അതുപോലെ വ്യാപിപ്പിക്കണം. നഷ്ടപ്പെട്ടു പോയ മേഖലകളിൽ നഷ്ടം കുറയ്ക്കുന്ന ചിന്താഗതികൾ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ന്യൂ ഇയർ ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ന്യൂ ഇയർ എന്ന് പറയുന്നത് ആരോ എവിടെയോ വരച്ചിട്ടൊരു രേഖയാണ്. ഇതുവരെ ഒരു വർഷമായിരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയൊരു വർഷമാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ ഇത് മറന്നിട്ട് നീ മുന്നോട്ട് പോയിക്കോ, ഇവിടെ നിന്ന് പുതുതായി തുടങ്ങിക്കോ എന്നൊരു മെസ്സേജ് ഉണ്ട്. സോ നിങ്ങൾ ഈ 2024 പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചിന്തിക്കേണ്ട ചില മേഖലകൾ ഒന്ന് കോറിയിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. I just want to trace certain areas where you have to focus, at least certain questions that you have to ask yourself before you step into 2024, my dear friends. What do you want to become in 2024 or with the help of 2024? This 365 days ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു? Where do you want to improve? ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്താനുള്ളത്? നിങ്ങൾക്ക് എന്താണ് മാറ്റി ചെയ്യാനുള്ളത്? 2023 തെറ്റുപറ്റിയത് എന്താണ് കറക്റ്റ് ചെയ്യാൻ? വാട്ട് ഈസ് ദ കോഴ്സ് കറക്ഷൻ ദാറ്റ് യു വാണ്ട് ടു ഇഫക്ട് ഇൻ 2024? ഏത് തരത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും പലപ്പോഴും ഏറ്റവും അപ്രധാനമായ കാര്യമാണ് ഭക്ഷണം എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എന്ത് ഫ്യൂവൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു വണ്ടിയിൽ നിന്ന് കറുത്ത പുക വരുമ്പോൾ ആൾക്കാർ പറയും ഏതോ ഫ്യൂവല് കേടുവന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ കേസിലും ചിന്തകളൊക്കെ വളരെ മോശമായ രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ കൊടുക്കുന്ന ചിന്തയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണവും ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണവും തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇത് രണ്ടും മാറണം. ഹെൽത്തി ഫുഡ് തീർച്ചയായിട്ടും വേണം. പിന്നെ എക്സസൈസ്. നിങ്ങൾ 2023 എന്താണ് ചെയ്തതെന്ന് നോക്കുക. വാട്ട് ഡിഡ് യു ഡു ഇൻ 2023 ആൻഡ് വാട്ട് ഡു യു വാണ്ട് ടു ഡു ഇൻ 2024? ഇതൊക്കെ തീരുമാനിക്കുക. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മെച്ചപ്പെടുന്ന ജീവിതത്തിന്റെ ചിത്രങ്ങൾ മാത്രമേ ചുറ്റുപാടുമുള്ളൂ കാണുവാൻ. നിങ്ങൾക്ക് പ്രായം എത്ര എന്നുള്ളതോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളതോ ഒന്നും ബാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ആസ്ക്, ഐ വാണ്ട് ടു ഡു സം എക്സസൈസ്, ടെൽ മീ വാട്ട് കൈൻഡ് ഓഫ് എക്സസൈസ് ഐ കാൻ ഡു. അവർ പറഞ്ഞു തരും, അത് ചെയ്യണം. ചെറുതും മതി. ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതോ നടന്ന് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് എടുക്കണം എന്നൊന്നുമില്ല. എന്തെങ്കിലും എക്സസൈസ്, യോഗ, വാട്ട് എവർ ഇറ്റ് ബി. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിക്കുകയുമാണ്. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അതായത് ഒരു ജോലിയും ഇല്ലാത്തവൻ പഠിക്കണമെന്നല്ല, പഠിക്കേണ്ടതും ആവശ്യമുള്ളൊരു സംഗതിയാണ്. എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. വായിക്കാനൊക്കെ സമയം കണ്ടെത്തണം. ഉറങ്ങാൻ സമയം കണ്ടെത്തുന്ന പോലെ, ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തുന്നത് പോലെ, സുഹൃത്തിന്റെ കോൾ വരുമ്പോൾ ഫോണിൽ അതെടുത്ത് അയാളോട് 5-10 മിനിറ്റ് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ വായിക്കാനും സമയം കണ്ടെത്തണം. ഞാനിപ്പോ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടെ എന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന കുറെ പുസ്തകങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. ഞാൻ എന്തായാലും ഒരു ദിവസം ഒരു 5 പേജ് 10 പേജ് വായിച്ചിട്ട് ഞാൻ എൻ്റെ ആ ഒരു ദിവസം അവസാനിപ്പിക്കുന്നത് ഉറപ്പാണ്. അത് this book I suggest, Winning Without Losing, is a very good book which you can definitely read.
ഞാനൊരു ഉദാഹരണത്തിന് കാണിച്ചു എന്നേ ഉള്ളൂ. വായന നമ്മുടെ ശീലമാക്കി മാറ്റുക എന്നുള്ളത് ഇത്തവണ വായന എന്നുള്ളത് ലേണിങ്ങിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ലേണിംഗ് നിങ്ങൾക്ക് പുതിയ സ്കിൽ ലേൺ ചെയ്യാം, അല്ലേ? നിങ്ങൾ മ്യൂസിക് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്, കഴിവുള്ള ആൾക്കാരാണ്, ഇൻസ്ട്രുമെന്റ് ഏതോ പഠിക്കണോ, സ്റ്റാർട്ട് ചെയ്തോളൂ. അതുപോലെ എന്തെങ്കിലും പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് തന്നെയാണ് QAയും റീസണിങ്ങും ജനറൽ നോളജും അതുപോലെ കറണ്ട് അഫയേഴ്സും ഒക്കെ പഠിക്കാനും പറ്റുക. എന്തെങ്കിലും പഠിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിലേക്ക് മോട്ടിവേറ്റഡ് ആവുകയും ചെയ്താൽ മറ്റെന്തിലേക്കും പഠിക്കുവാനുള്ള ഒരു മോട്ടിവേഷൻ കൊണ്ടുവരാൻ സാധിക്കും. അത് മറന്നുപോയത്. വൺസ് എ ലേണർ ഓൾവേസ് എ ലേണർ, അത് എപ്പോഴും ഓർക്കുക. പിന്നെ മനസ്സ് പൂർണ്ണമായി അർപ്പിക്കാൻ പഠിക്കുക. അടുത്ത വർഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത വർഷം 2024 മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്. അതൊരു പക്ഷേ നിങ്ങളുടെ കരിയർ ഗോൾ ആവാം. നിങ്ങൾക്ക് ഒരു ജോലി വേണം, എനിക്ക് ഇന്നതാവണം, 2024 ഞാൻ അത് നേടിയെടുത്തിരിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ അതിനെ അപ്ലൈ ചെയ്യും എന്ന് തീരുമാനിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് 2024 വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? അതായത് ജനുവരി 2024, ഡിസംബർ 2023, ഇതൊക്കെ ബെഞ്ച് മാർക്ക് വാട്ടർഷെഡ്. ഇതിങ്ങനെ പോയിട്ട് അവസാനം ഡിസംബർ 2024 എത്തും. ഈ ജേണിയിൽ ഇപ്പോഴുള്ള നിങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തമായ നിങ്ങളായിരിക്കും ഉണ്ടാവുക? വാട്ട് ദ പേഴ്സൺ യു വിൽ ബി, ദ പേഴ്സൺ. അതിപ്പോ തീരുമാനിക്കുക. ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക, ഇരുന്നിട്ട് തീരുമാനിക്കുക. ഞാനിതാ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നതായിരിക്കും, ഞാൻ IT ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് ആയിരിക്കും, അതല്ലെങ്കിൽ ഞാൻ JRF നേടിയെടുക്കും. അത് എന്തോ ആവട്ടെ, നിങ്ങൾ അതിപ്പോ തീരുമാനിക്കുക. നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് 2023 ചെയ്ത കാര്യങ്ങൾ എന്തായാലും കുറെ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യേണ്ടിയിരുന്നതും ചെയ്യാൻ ഒരു 2 മാസം വൈകി പോയതുമായ കാര്യങ്ങളുണ്ട്. ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചാല് 2024 ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം വരുമ്പോൾ എനിക്കറിയാം ഇതിവിടെ വൈകരുത് എന്നുള്ളത്. അതുപോലെ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലീസ് type in I agree. You can even type in I fully agree. Whatever say adverbial usages you can use. I agree is the minimum. Okay. അപ്പൊ 2023 നഷ്ടമായോ എന്ന് തീരുമാനിക്കപ്പെടുന്നതിന്റെ അവസാനം വരുന്നത് 2024 അതെങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു, there are no failures in a fighter's life. There are no failures in a fighter's life because you have two things, either you win or you learn. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 2023 ഞാനൊരു ലൂസറാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. പകരം 2023 എനിക്കുണ്ടായ തിരിച്ചടികളിൽ നിന്ന് ഞാൻ നേടിയെടുത്ത വിജ്ഞാനം ഇതാണ് എന്ന് നിങ്ങൾ 2023 അത് അപ്ലൈ ചെയ്യുമ്പോൾ തെളിയിച്ചാൽ 2023 ഒരു നഷ്ടമായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഇനിയും തെളിയിക്കാൻ സാധിക്കും. പിന്നെ വേറൊരു ചെറിയൊരു ഏരിയയും കൂടി നിങ്ങളോട് സംസാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വേഴ്സസ് ലൈഫ് ടെസ്റ്റ്. ലൈഫ് ടെസ്റ്റ്, ജീവിതമാകുന്ന പരീക്ഷണം, അതായത് മത്സര പരീക്ഷ, അതും ജീവിതം എന്ന പരീക്ഷണമാക്കാം. ഇത് തമ്മിലുള്ളൊരു മത്സരം എവിടെയോ നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സ്വപ്നങ്ങളിലാവാം. മത്സര പരീക്ഷയിൽ ചിലർ സ്വപ്നങ്ങളിൽ ജയിക്കുന്നു, ജീവിതത്തിൽ ചിലർ സ്വപ്നങ്ങളിൽ ജയിക്കുന്നു. റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ മത്സര പരീക്ഷയിൽ ജയിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകും. ഈ മത്സര പരീക്ഷ ജീവിതവും എന്ന പരീക്ഷയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത്, ജീവിതം എന്ന് പറയുന്നത് തുടർച്ചയായ സ്വപ്നങ്ങളുടെ പിന്നാലെയുള്ള ഒരു യാത്രയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ജീവിതത്തിൽ എന്താണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, വി വോണ്ട് ടു ബി ഹാപ്പി. അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയില്ലേ? ഹാപ്പി ആവണം, നിങ്ങൾക്കറിയാം ഹാപ്പി ആവണം, എനിക്ക് സങ്കടം മതി എന്ന് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? അങ്ങനെ ഒരു പ്രാർത്ഥന, അതുപോലുള്ള ഒരു പ്രാർത്ഥന എൻ്റെ അറിവില് ഒരേ ഒരാളുടെ പ്രാർത്ഥനയെ അതിന് ഏകദേശം ഇതിനെതിരായിട്ട് പോയിട്ടുള്ളൂ. അത് തന്നെ വേറൊരു സെൽഫിഷ് മോട്ടീവുമായി ബന്ധപ്പെട്ടാണ്. മഹാഭാരതത്തില് കുന്തിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് കൃഷ്ണനോട്, അല്ലയോ കൃഷ്ണ, എനിക്ക് നീ ഈ ലോകത്തുള്ള സകല ദുഃഖങ്ങളും നൽകുക. എന്തുകൊണ്ടെന്നോ, എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ. ദുഃഖങ്ങളുള്ളവരുടെ കൂടെ ദൈവം ഉണ്ടാകുമെന്നുള്ള ചിന്തയിൽ നിന്ന് കുറച്ചൊരു സ്വാർത്ഥമായ രീതിയിൽ ഭക്തി പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചൊരുതിലല്ലാതെ ബാക്കി എല്ലാവരും ഹാപ്പി ആവാനാണ് ഇരിക്കുന്നത്. ചിലര് പുരാണങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം,
മത്സരിച്ചിട്ട് സ്വർഗം കീഴടക്കുന്ന അസുരന്മാരുണ്ട്. എന്തുകൊണ്ടാണ് സ്വർഗം കീഴടക്കുന്നത്? സ്വർഗം കീഴടക്കുമ്പോൾ അവർ ഹാപ്പി ആകുമെന്ന് കരുതുന്നു. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് എന്ത് ചെയ്യുന്നതും ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വിജയിക്കാൻ നല്ലത് എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല ഞാൻ ചെയ്ത് വിജയിക്കും, എൻ്റെ പാഷന്റെ പിന്നാലെ പോകും എന്നൊക്കെയുള്ള വളരെ റൊമാൻറ്റിക്കും അൺറിയലിസ്റ്റിക്കുമായ ആ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എന്തും ഇഷ്ടപ്പെടാൻ സാധ്യമാണ്, എന്നിൽ അർപ്പിതമാകുന്ന എന്തും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുവാൻ എനിക്ക് സാധിക്കും. അത് ഒരു ഹോട്ടലിലെ മേശ ക്ലീൻ ചെയ്യുന്നതായാലും, ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് റെഡിയാക്കുന്നതായാലും, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്നതായാലും, ഒരു ക്ലാസ്സിൽ ഒരാളെ പഠിപ്പിക്കുന്നതായാലും, അല്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതായാലും, അതിൽ തന്നെ കണക്കായാലും ഇംഗ്ലീഷ് ആയാലും, ഇനി അതല്ല ജനറൽ നോളജ് ആയാലും റീസണിങ് ആയാലും എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്. ഓക്കെ, മത്സര പരീക്ഷയിലെ ഹാപ്പിനെസ് ഈ ഒരു ഫാക്ടർ എത്തിക്കഴിഞ്ഞു. പരാജയത്തിൽ ഹാപ്പി ആവാന്നല്ല പറഞ്ഞത്. ഇതൊരു മത്സര പരീക്ഷ, നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും എഴുതുന്ന മത്സര പരീക്ഷയിൽ മിക്കവാറും ഒന്നുകിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കും, സബ്ജക്റ്റ് ഉണ്ടാവും. ചില സബ്ജക്റ്റുകൾ സ്പെഷ്യൽ സബ്ജക്ട് ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൽ സയൻസസ് അങ്ങനെ പറഞ്ഞാൽ അത് മാത്രമുള്ള പരീക്ഷകൾ ഉണ്ടാകും. ഇനി അതല്ലാതെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ചില ജനറൽ സബ്ജക്ട്സ് QA അല്ലെങ്കിൽ മാത്സ് ഉണ്ടാവുന്നത്, റീസണിങ് അബിലിറ്റി ഉണ്ടാവുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയുള്ളത്, പിന്നെ അതല്ലെങ്കിൽ ജനറൽ നോളേജ് ഉള്ളത്, ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും ഉള്ളത്, ഫിനാൻഷ്യൽ അവയർനെസ് ഉള്ളത്, ഇങ്ങനെ മേഖലകളാണുള്ളത്. ഇതിൽ ആൾക്കാർ മത്സര പരീക്ഷയിൽ പിന്തള്ളപ്പെട്ടു പോകാൻ കാരണം ജീവിതം എന്ന പരീക്ഷയിൽ വിജയിക്കാൻ ഉപയോഗിക്കുന്ന ഫിലോസഫി തെറ്റായതുകൊണ്ടാണ്. എനിക്ക് അതിഷ്ടമില്ല, എനിക്ക് ഇത് ഇഷ്ടമില്ല, ഇതെനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നത് പോലെ ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മേഖലകൾ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലാത്തൊരിടത്ത് നിന്ന് ഓടിപ്പോകുന്ന കല്ലും മരക്കമ്പുകളും ഉപയോഗിച്ച് അവിടെ ഇവിടെയും കുത്തിക്കൊണ്ടിരുന്ന മനുഷ്യനിൽ നിന്ന് ഇപ്പോ നമ്മൾ ചെന്നിരിക്കുന്നത് ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് പരിശോധിക്കാൻ പേടകങ്ങൾ അയക്കുന്ന, എക്സ്ട്രാ ടെറസ്ട്രിയൽ ജീവിതമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി മെസ്സേജുകൾ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂഗ്രഹ നിവാസിയായ ഹോമോസാപ്പിയൻസിലാണ്. അപ്പൊ മുമ്പ് എനിക്ക് അതിഷ്ടമില്ല ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ രാജാക്കന്മാരായി മനുഷ്യന്മാരുണ്ടാകുമായിരുന്നില്ല. സിംഹം കാട്ടിലെ രാജാവ് എന്നുള്ള രീതിയിൽ സിംഹത്തെ ഒരു കാട്ടിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് മനുഷ്യൻ ഈ ലോകത്തിന്റെ മുഴുവൻ രാജാവാകാൻ, ഈ ഗൃഹത്തിന്റെ മുഴുവൻ രാജാവാകാൻ, അല്ലെങ്കിൽ ഒരു പക്ഷേ ബയോസ്ഫിയറിന് മുകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഹ്യൂമനോസ്ഫിയറായി മാറുവാൻ സാധിക്കുന്നത് അവന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും എന്തും ചെയ്യുവാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അലാസ്കയില് ഇരുമ്പ് പൈപ്പുകൾക്കുള്ളിലൂടെ തിളച്ച വെള്ളം ഒഴുകുന്ന റൂമുകളിൽ ഇരുന്നു കൊണ്ട് മനുഷ്യന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏതോ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ട്രാവൻകൂറിന്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാങ്കിന്റെയോ AC തണുപ്പിച്ചൊരു റൂമിലിരുന്ന ഒരാളും ജോലി ചെയ്യുന്നുണ്ട്. രണ്ടും ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഈ രണ്ടാൾക്കാരും അവരുടേതായ സാഹചര്യങ്ങളോട് പൊരുതിക്കൊണ്ട് അതിഷ്ടപ്പെട്ടുകൊണ്ട് ആ കാര്യം ചെയ്യുന്നവരാണ്. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് മനുഷ്യനുള്ള ഏറ്റവും വലിയ ഒരു കഴിവ് എന്ന് പറയുന്നത് എബിലിറ്റി ടു അഡാപ്റ്റ് ആണ്. അത് മനുഷ്യന്റെ ഓരോ സെല്ലിലും ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ അത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയെടുത്ത ചില ചട്ടക്കൂടുകളിലേക്ക് ഒതുക്കിക്കൊണ്ട് എനിക്ക് അതിഷ്ടമില്ല, അയ്യോ അതെനിക്ക് പറ്റില്ല എന്നുള്ളതൊക്കെ മാറിയാൽ തന്നെ കണക്കിനെയും ഇംഗ്ലീഷിനെയും ഫിസിക്സിനെയും കെമിസ്ട്രിയെയും എന്ന് വേണ്ട എന്തിനേയും നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കും. അത് ഹാപ്പിനെസിന്റെ ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും തീരുമാനിക്കുക, 2023 ഈ അവസാന നാളുകൾ മുതൽ ഞാൻ ഹാപ്പി ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, എനിക്ക് തിരിച്ചടികൾ ഉണ്ടാവും, എനിക്ക് വിഷമം ഉണ്ടാകും, പക്ഷെ മൊത്തത്തിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഹാപ്പിനെസ് ഈസ് ദ കീ. ഓൾവേസ് റിമെമ്പർ, ഹാപ്പിനെസ് ഈസ് ദ കീ. ഇത് മറന്നു പോരുതാത്തൊരു തത്വമാണ്. നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ, ഇപ്പൊ ഒരു QA എന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് 35-ൽ 0 മാർക്ക് കിട്ടി. ഉടനെ തന്നെ പൊട്ടിച്ചിരിക്കണമെന്നും തുള്ളിക്കളിക്കണമെന്നല്ല ഈ ഹാപ്പിനെസിന്റെ കാര്യം പറയുന്നത്. ഈ 0 മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ നടത്തിയിരിക്കുന്ന പരാജയപ്പെട്ട 35 പരീക്ഷണങ്ങളുടെ ഒരു കഥയുണ്ടെന്നും ആ കഥയിൽ എനിക്കുള്ളൊരു മെസ്സേജ് ഉണ്ടെന്നും ഈ മെസ്സേജ് ഞാൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഏതോ ഒരു പരീക്ഷയിൽ എന്നെ കാത്തൊരു 35 എന്നുള്ളൊരു സ്കോർ ഉണ്ടെന്നും ഞാൻ മനസ്സിൽ കാണുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തിന്റെ ചെറിയ ഒരു ഉറവയാണ് യഥാർത്ഥ ഹാപ്പിനെസിന്റെ മൂലഹേതു എന്ന് പറയുന്നത്.
ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? യു ക്യാൻ ബി ഹാപ്പി. യു ക്യാൻ ബി ഹാപ്പി ഈവൻ വെൻ you do not succeed if you have the ability to understand the message contained in every failure. The failure has already told you this is the reason why you failed. It's not that because you did something wrong. It's because you didn't do something right. The technology that used were not the technology that was required. How many you agree with that point? എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് അത് അഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ട്? സന്തോഷം ഉണ്ടാകുമോ നിങ്ങൾക്ക്? തിരിച്ചടികൾ ഉണ്ടാകും. സന്തോഷം ഉണ്ടാകുമോ നിങ്ങൾക്ക്? തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അവസാനം രാമബാണമേറ്റ് മരണം പോകുവാൻ തീരുമാനിച്ചിറങ്ങുന്ന രാവണൻ സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട്. രാമഭക്തി കൊണ്ട് എനിക്ക് അവിടെ എത്തുക സാധ്യമല്ല. രാമനോട് ഏറ്റു മരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ എത്താൻ പറ്റും. അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം രാവണൻ നൽകുന്നത്, രാമായണത്തിൽ നൽകുന്നത് സന്തുഷ്ടനായിരുന്നു രാവണൻ എന്നുള്ളതാണ്. പരാജയത്തിന്റെ അങ്ങേ ഗർത്തത്തിലേക്ക് വീഴുമ്പോഴും അദ്ദേഹം സന്തുഷ്ടനായിരുന്നു എന്നുള്ളതാണ്. അതെപ്പോഴും ഓർക്കേണ്ടതാണ്. വിജയികൾ എല്ലാവരും സന്തുഷ്ടരാണ്. രാമനും അതുപോലെ സന്തുഷ്ടനായിരുന്നു എന്നുള്ളതാണ്. സന്തോഷമാണ് കാരണം. ബി ഹാപ്പി. ഒരുപാട് എക്സൈറ്റഡ് ആവണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഹാപ്പിനെസ് ഉണ്ടാകണം. നിങ്ങൾ സ്വയം തള്ളി പറയരുത്. നിങ്ങൾ മോശമാണ്, അയ്യോ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഞാൻ വളരെ മോശക്കാരനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കഴിവില്ലായ്മയല്ല, ഹാപ്പിനെസ് ഇല്ലായ്മയാണ് കാരണം. ഹാപ്പി ആകണം. ഹാപ്പി ആകാൻ എന്താ? ഹാപ്പി ആകാൻ രാജുവിന് ഐസ്ക്രീം കിട്ടിയാൽ മതി എന്നുള്ള ഹാപ്പിനെസ് അല്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഐസ്ക്രീം കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോൾ കിട്ടാത്ത ഒരു ഐസ്ക്രീം പിന്നീട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും അന്ന് എനിക്കത് രുചിച്ച് തീർച്ചയായും സന്തുഷ്ടനാകാൻ പറ്റുമെന്നും അതിനുവേണ്ട നടപടികൾ ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുമെന്നും തീരുമാനിക്കുന്ന ഒരു രാജുവിന്റെ സന്തോഷമാണ്. ഈ കാര്യം മറക്കാതിരിക്കുക. ഡു യു അഗ്രി വിത്ത് മീ? അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഐ അഗ്രി. ഓക്കെ, that is the only way I can get your communication, right? Message should be there. Now, next key is love what you do, not do what you love. Do what you love, we have no choice. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു പക്ഷേ വലിയ ഒരു എന്താ പറയുക കൊട്ടാരത്തിൽ താമസിക്കാനും കൈകൊട്ടുമ്പോഴേക്ക് 4 സേനാനികൾ വരുന്നതും അതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇരുന്നാൽ എനിക്ക് അതിന് അവസരം കിട്ടണമെന്നില്ല. ജീവിതത്തിൽ എല്ലാവർക്കും ഒന്നും അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസരത്തിലേക്ക് എത്തുവാൻ വേണ്ടി എനിക്ക് ഒരു മാർഗം എവിടെയോ ഏതോ ഒരു ശക്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണത്? എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ബസ്സിൽ ഇങ്ങനെ ആൾക്കാർക്ക് ടിക്കറ്റ് കുറിച്ച് കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി ചെയ്യുകയും അവരുടെ മുന്നിൽ ചെറിയ കസർത്തുകൾ കാണിക്കുകയും ചെയ്യുന്ന ഒരേ ഒരാളാണ് ഇന്ത്യയിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയത്. രജനികാന്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം സന്തുഷ്ടനായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന കാര്യം വളരെ നന്നായും ആത്മാർത്ഥമായും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് വേറൊരു അവസരം കിട്ടിയോ മറ്റൊരു രംഗത്ത് സൂപ്പർ സ്റ്റാറായി അദ്ദേഹം മാറുന്നു. നിങ്ങൾ ഏത് മേഖലയിൽ എത്തിപ്പെടുന്നുവോ ആ മേഖലയിലെ സൂപ്പർ സ്റ്റാർ ആകുവാൻ വേണ്ട ലേണിംഗ് നിങ്ങൾ നടത്തുക. അതാണ് വേണ്ടത്. ഓരോ തവണയും നിങ്ങൾ കണ്ണും കാതും തുറന്നിരിക്കുക, മനസ്സ് തുറന്നിരിക്കുക, ഹൃദയം തുറന്നിരിക്കുക. പോളോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് മന്ത്രിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ പ്രകൃതി നിങ്ങളോട് മന്ത്രിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഈ മന്ത്രങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവാണ് നമ്മൾക്ക്. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നുണ്ടല്ലോ നമ്മളോട്. എല്ലാം നമ്മളോട് എന്തോ പറയുന്നുണ്ട്. അത് കേൾക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു മെത്തേഡാണ് നിങ്ങൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അതായത് എനിക്ക് അതിഷ്ടമില്ല എന്നുള്ളതിന് പകരം എനിക്ക് അതായിരുന്നില്ല ഇഷ്ടം, എനിക്ക് ഇതാണ് ചെയ്യാൻ കിട്ടിയത്, അതുകൊണ്ട് ഞാൻ വിജയിച്ചില്ല. നോ, എനിക്ക് ചെയ്യാൻ ഇതാണ് അവസരം കിട്ടിയത്, ഞാൻ ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങി, ഇതിലൊരു എക്സ്പേർട്ടായി മാറി. അങ്ങനെ സംഭവിക്കുന്നില്ലേ? പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ലേ? നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നോം ചോംസ്കി എന്നൊരു ലിംഗ്വിസ്റ്റിനെ പറ്റി, ഒരു ചിന്തകരെ പറ്റി പഠിക്കും. അത് എഡ്യൂക്കേഷൻ പഠിക്കുന്ന ആള്, അധ്യാപകരെ ആകാൻ പഠിക്കുന്ന ആള്, സൈക്കോളജിയിലൊക്കെ തന്നെ ചോംസ്കിയുടെ സംഭാവനകൾ ചെയ്യും, അതിനെപ്പറ്റി പഠിക്കും. ചോംസ്കി ഒരു മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചീഫ് കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ലാംഗ്വേജും ലാംഗ്വേജ് അക്വിസിഷനും അതുപോലെ എങ്ങനെ ലേണിംഗ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഭാഗങ്ങളിലാണ്. അതായത് നമ്മൾ ചെയ്യുന്ന മേഖലകളിൽ ശരിയായ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ അത് വേറെ ഏത് മേഖലയിലും നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലൊരു പൂന്തോട്ടം നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കമ്പനിയെ നോക്കി നടത്താൻ പറ്റും.
നിങ്ങളുടെ വീട്ടിലെ റൂം നിങ്ങൾ എഴുന്നേറ്റ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വാതിൽക്കൽ നിന്ന് തിരിച്ചു നോക്കുമ്പോൾ അച്ചടക്കത്തോടു കൂടി എല്ലാം ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി റെഡിയാക്കി ഹാവ് യു മേഡ് യുവർ ബെഡ് റെഡി ഫോർ ദ നെക്സ്റ്റ് സ്ലീപ്പ് എന്നുള്ള രീതിയിൽ ഇറങ്ങുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ആ വൃത്തിയും വെടുപ്പും ഉണ്ടാകും. ഇനി ഇത്രയും അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ചങ്ങ് എണീക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ അല്ലേ, ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു എന്താ മാളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കഫറ്റീരിയ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് നിങ്ങൾ ഫലൂദയും അതും ഇതും പിzzയും എല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പറയും അരുത് കഴിക്കരുത്, എന്താണ്, ഫോട്ടോ എടുക്കണം, എനിക്ക് അത് പോസ്റ്റ് ചെയ്യണം. ആയിക്കോട്ടെ, നല്ലത്. പക്ഷേ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ ഇതേ രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രം ധൈര്യം ആ പ്ലേറ്റുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ നോക്കിയാൽ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യുന്ന ഒരു മനസ്സുണ്ട് എന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെങ്കിൽ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഇൻ ഐ അഗ്രി. ജസ്റ്റ് ടൈപ്പ് ഇൻ ഐ അഗ്രി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് ഒരു പ്ലേറ്റിലേക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലെങ്കിൽ 2023 അവസാന നാളുകളൊന്നായി ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുന്ന പ്ലേറ്റ് വളരെയധികം വൃത്തിയുള്ളതായിരിക്കും. വേസ്റ്റുള്ള സാധനങ്ങൾ ഞാൻ വെക്കുന്നത് പോലും ശരിക്കും ഒരു ഫ്ലോറൽ അറേഞ്ച്മെന്റ് പോലെ വളരെ മനോഹരമായ ഒരു സൈഡിൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു സംഗതിയായിരിക്കും. ജീവിതം മാറും. ജീവിതം മാറാൻ ഇതൊക്കെ മതി. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ മനസ്സിലേക്ക് ഒന്ന് കൂടിയിട്ട് നോക്കൂ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നോക്കൂ. തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ചെരുപ്പിട്ടെന്താ ഇങ്ങോട്ട് കയറാൻ അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടും വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ടും എന്തിന് അനിയത്തിയെ കൊണ്ട് പോലും ഒരു തവണ ചോദിപ്പിച്ച് പോയിട്ടുള്ളത് നിങ്ങളെങ്കിൽ അലസമായുള്ള ഒരു നടത്തം ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെരുപ്പ് മാറ്റിയിട്ട് കാലൊക്കെ കഴുകി വീട്ടിലേക്ക് കയറി പോകുന്ന രീതി, ഹോസ്റ്റലിലാണെങ്കിലും അങ്ങനെ തന്നെ എന്നുള്ള രീതിയിൽ മാറുമ്പോൾ നിങ്ങൾ മാറുകയാണ്. 2024 കുറച്ചുകൂടി സുന്ദരിയും സുന്ദരനുമായ ഒരു നിങ്ങളായി നിങ്ങൾ മാറുന്നു. ഉള്ളിൽ നിന്നാണ് സൗന്ദര്യം തുടങ്ങേണ്ടത്. തൊലിപ്പുറത്ത് നമ്മൾ പുരട്ടുന്ന ചില ലേപനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന തിളക്കവും അങ്ങനെ ഉണ്ടാക്കുന്ന ഗന്ധത്തിന്റെ അപ്പുറത്തേക്ക് ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചില ജീവിതത്തിന്റെ സംഗീതത്തിന്റെ സൗന്ദര്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിരിയുന്ന സംഗീതമുണ്ട് അല്ലെ, ആ ഒരു ചിരിയുടെ സംഗീതമുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അതിൽ പ്രധാനപ്പെട്ടതാണ് യു ഹാവ് ടു ബി ഹാപ്പി ജസ്റ്റ് ബിക്കോസ്, ഫോർ നോ റീസൺ, ജസ്റ്റ് ബിക്കോസ് യു ആർ യു. യു ഹാവ് ടു ബി ഹാപ്പി ജസ്റ്റ് ബിക്കോസ് യു ആർ യു. നിങ്ങളാണ് എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അച്ഛനും ഇങ്ങനെ സ്നേഹിച്ച ഒരമ്മയും ഉണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് നിങ്ങളോട് കുസൃതി കാണിക്കാൻ, നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കാൻ ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയും നിങ്ങളും മാത്രമുള്ള ഒരു ലോകമുണ്ട് എന്നുള്ളതിന്, ചുറ്റും കാണുമ്പോൾ അവിടെ വിരിയുന്ന ഒരു പൂവുണ്ടെന്നും ആകാശത്തിലൂടെ എപ്പോഴോ പോകുന്ന ഒരു വിമാനം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്നും തിരിച്ചറിയുന്നത്, വെള്ളം കോരുമ്പോൾ വെള്ളം കിട്ടുന്നുണ്ടെന്ന്, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് ജീവിതം കിട്ടിയല്ലോ. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് വേണേൽ മറ്റു ചെറിയ കാര്യങ്ങളിലേക്ക്, ലോകം സയന്റിഫിക്കലി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. ആൾക്കാർ ഇങ്ങനെ പുതിയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹ്യൂമൻ ക്ലോണിനെ പറ്റി ആൾക്കാർ സംസാരിക്കുന്നു. ചൊവ്വയിൽ താമസിക്കുന്നതിനെ പറ്റി, മറ്റൊരു യൂണിവേഴ്സ് തന്നെ ഹാബിറ്റായിട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിക്കുന്ന ശാസ്ത്രത്തിന്റെ ഒരു ലോകം, ശാസ്ത്രം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് സന്തോഷിക്കാം. ഞാൻ സുരേഷ് ആണെന്നോ അല്ലെങ്കിൽ ഷാജിലാണെന്നോ അല്ലെങ്കിൽ സുനീതനാണെന്നോ അല്ലെങ്കിൽ സുനിതയാണെന്നോ അങ്ങനെ ആ ഒരു കാരണത്തിന് നിങ്ങൾക്ക് സന്തോഷിക്കാം. അപ്പൊ സന്തോഷിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. നിങ്ങളാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ശ്വാസം മുന്നോട്ട് വലിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നുണ്ടെന്നും, നിങ്ങൾ വായിലേക്ക് ഒരു വസ്തു ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ കഴിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാം. അതുപോലെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ഇഷ്ടത്തോടു കൂടി ചെയ്യുക. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി അതിന് ക്യാഷ് കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യും. ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന്, ഞാൻ ഈ പൈറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഫീസൊക്കെ അടച്ചിട്ട് തന്നെ ജോയിൻ ചെയ്യുക, അവിടുന്ന് ഇവിടുന്നും ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് പഠിക്കാതിരിക്കുക തുടങ്ങിയ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തപ്പോഴാണ് എനിക്ക് എൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. നിങ്ങളും അങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ 2024 എടുക്കുക. പിന്നെ ലവ് വാട്ട് യു ഡൂവിന്റെ കൂടെ തന്നെ പോകുന്ന ഒരു സാധനമാണ് ഡു ഓൺലി വാട്ട് ഈസ് നീഡഡ്. വേണ്ടതേ ചെയ്യാവൂ, അധികമായിട്ടൊന്നും ചെയ്യണ്ട, പൊലിപ്പിക്കണ്ട, ആരെയും ബോധിപ്പിക്കണ്ട, ചെയ്യേണ്ടത് മാത്രം ചെയ്യുക, ചെയ്യുന്നത് പൂർണ്ണമായും ഇഷ്ടപ്പെട്ട് ചെയ്യുക.
Do only what is needed. For example, if your aim is to become a bank probationary officer or a scientific officer, അല്ലെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആവേണ്ടത്, അതിന് വേണ്ടത് എന്താണോ അത് മാത്രം ചെയ്യുക. അത് നന്നായി ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുക. Let the need be decided by your mission. അപ്പൊ നോക്കി, ഈ 3 സെന്റൻസുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലവ് വാട്ട് യു ഡു, ഡു ഓൺലി വാട്ട് ഈസ് നീഡഡ്, ആൻഡ് ദിസ് നീഡ് ഷുഡ് ബി ഡിസൈഡഡ് ബൈ യുവർ മിഷൻ. വാട്ട് ഈസ് യുവർ മിഷൻ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? 2 സംഗതികളാണ്. നിങ്ങളെ വിഷൻ ഇൻ യുവർ ലൈഫ്, വിഷൻ, ആൻഡ് ദി അതർ വൺ ഈസ് മിഷൻ. മിഷൻ എന്ന് പറയുന്നത് ഒരു അക്കംപ്ലിഷ്മെന്റ് നിങ്ങൾക്ക് വേണം. ഒരു ടാർഗറ്റ് ഉണ്ട്, ഇവിടേക്ക് പോകണം, എനിക്ക് PO ആകണം, ഈ മാനേജർ ആവണം. ഈ മാനേജർ ആയി കഴിഞ്ഞാലും പിന്നെയും ജീവിതത്തെ മുഴുവൻ നയിക്കുന്ന വെളിച്ചമാണ് വിഷൻ എന്ന് പറയുന്നത്. അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മിഷൻ എന്താണോ അതിന് അനുസരിച്ചായിരിക്കണം നീഡ് തീരുമാനിക്കപ്പെടുന്നത്. ആ നീഡ് എന്താണോ അത് മാത്രമേ, ആ നീഡിന് വേണ്ടതെന്ന അത് മാത്രമേ ചെയ്യാവൂ. അത് മുഴുവൻ ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇത് ഈ കോൺസ്ട്രക്ട് മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാവുകയും അതിനോട് യോജിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഐ എഗ്രി എന്ന് ടൈപ്പ് ചെയ്തിടാം. മനസ്സിലാക്കണം, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. 2023 ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടുകയാണ്. ജീവിതം തിരിച്ചു കിട്ടുകയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികൾ. അതായത് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോവുക. അതായത് ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിലും എല്ലാവരോടും പറയുന്നതുമായിട്ടുള്ള വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് അറിയാതെ ജയിച്ചു പോകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അറിഞ്ഞുകൊണ്ട് പരാജയപ്പെടുന്നത്. എന്താണ് കാരണം പരാജയപ്പെടാൻ എന്ന് അറിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അടുത്ത തവണ ഞാൻ ശരിയാക്കുക. ഇത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇന്ന് രാമായണം പരാമർശിച്ചുകൊണ്ട് വീണ്ടും പരാമർശിക്കുകയാണ്. ആദ്യത്തെ തവണ ബാലിയെ വെല്ലുവിളിച്ച് സുഗ്രീവൻ പോകുന്നത് ശ്രീരാമൻ മരത്തിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് വെല്ലുവിളിച്ചു, ബാലി വന്നു, നന്നായിട്ട് നല്ല പെടയടിച്ചു, ബോധം കെട്ട് വീണു. അവസാനം കൂടി ആരോ എടുത്തു കൊണ്ടുപോകുന്നു. രാമന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് രാമ ഈ ചെയ്തത്? ഞാൻ ഈ ഒരു ധൈര്യത്തിൽ പോയതല്ലേ, ബാലിയോട് ഏറ്റാൽ ആർക്കെങ്കിലും നടക്കുമോ? അപ്പൊ രാമൻ പറയുന്നൊരു മറുപടി ഉണ്ട്, സംഗതി ശരിയാണ്, എനിക്ക് അമ്പയക്കാൻ പറ്റിയില്ല. കാരണം എന്താ അറിയോ നിനക്ക്? നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ആരാണ് ബാലി, ആരാണ് സുഗ്രീവൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അമ്പയച്ചാൽ അത് നിങ്ങളുടെ ജീവനാണ് ഒതുക്കുന്നതെങ്കിലോ? അതുകൊണ്ട് അടുത്ത തവണ പോകുമ്പോൾ ഒരു മാല കൊടുക്കുകയാണ്. അച്ഛൻ കൊടുത്ത മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയത് സുഗ്രീവനുമുണ്ട് എന്നുള്ള രീതിയിലാണ് രണ്ടാമത് പോകുന്നത്. രണ്ടാമത് ബാലി നിഗ്രഹം നടന്നു. അതുപോലെയാണ് ജീവിതത്തിലെ എല്ലാ മത്സരങ്ങളും. ആദ്യത്തെ തവണ എന്തുകൊണ്ടാണ് എന്നെ ജയിപ്പിക്കാഞ്ഞത് എന്ന് ഇവിടെ നിങ്ങൾ പുറമേയുള്ള ഒരു രാമനോടല്ല ചോദിക്കേണ്ടത്. നിങ്ങളുടെ ഈ തീരുമാനമെടുത്താൽ നിങ്ങൾ എന്ത് പഠിക്കണമെന്നും എന്ത് പഠിക്കരുത് എന്നും നിങ്ങളുടെ മനസ്സിലിരുന്നു കൊണ്ട് തീരുമാനിച്ച നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസിനോട് ചോദിക്കണം, എന്താണ്, എവിടെയാണ് പിഴച്ചത്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു മാല നൽകും. ഈ മാല ഇത് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കും. അടുത്ത തവണ വിജയിച്ചിരിക്കും. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, തോൽവി എന്ന പദത്തിനേക്കാൾ എനിക്കിഷ്ടം പരാജയമാണ്. എന്താ കാര്യം? പരാജയത്തിൽ എവിടെയോ ഒരു ജയമുണ്ട്. ആ ജയം കണ്ടുപിടിക്കാൻ പരാജയത്തെ ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഹാപ്പിനെസ് ഈസ് ദ കീ. ലവ് വാട്ട് യു ഡു, do only what is needed. Let the need be decided by your mission, not by your neighbor, not by the person sitting beside you, not by somebody else, your uncle, a person who visits your home. ഒന്നുമല്ല, അവരാരും തീരുമാനിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഏത് ഓഫീസറാണ് ആവേണ്ടത്? ഏത് ഓഫീസിനെയാണ് അലങ്കരിക്കേണ്ടത്? ആരുടെ ജീവിതമാണ് നിങ്ങൾക്ക് മാറ്റിമറിക്കേണ്ടത് നിങ്ങളുടെ സർവീസ് കൊണ്ട്? ഇതായിരിക്കണം നിങ്ങളുടെ മിഷൻ. ആ മിഷൻ ആയിരിക്കണം എന്താണ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത്. ആ തീരുമാനിച്ച് ചെയ്യുന്നത് എന്താണോ അതൊക്കെ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുക. ഹാപ്പിനെസ് നിർബന്ധമാണ്. അഗ്രി? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ? ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്, ഈ ഒരു ചെറിയ രോഗമുണ്ട് ചിലർക്ക്. ആദ്യത്തെ പരീക്ഷ 2024 ജനുവരിയിൽ തന്നെ പരീക്ഷയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഈ ജനുവരി 6-നും 12-നും 10-നും 13-നും ഒക്കെ ആയിട്ട് പരീക്ഷ ഉണ്ടാവും. ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാക്കുന്ന പരീക്ഷയല്ല. 2023 കഴിഞ്ഞ 3-4 മാസം നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യപത്രം മാത്രമാണ്. ഇനിയുള്ള 2-3 ദിവസവും എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിന്റെ ഒരു ചലനം അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിനപ്പുറത്തേക്ക് 2024 ജനുവരിയിലെ പരീക്ഷകൾക്കൊന്നും തന്നെ യാതൊരു പ്രസക്തിയുമില്ല. അതിന് ഫെബ്രുവരിയിലെ പരീക്ഷയിലേക്ക് ഒരു സൂചനയൊന്നുമില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പരീക്ഷ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 2024 ബാക്കി എല്ലാ പരീക്ഷകളും നമുക്ക് തകർത്ത് വിജയിക്കാൻ സാധിക്കും. ഇതും വിജയിക്കാൻ സാധിക്കും.
ഇസ് ദാറ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു എന്നേ ഉള്ളൂ. ബി റെഡി ടു എൻജോയ് യുവർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ ഹാർഡ് വർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ വേണ്ടത് മാത്രമാണ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടത്? മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടത്. അത്തരം കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഇത് വേറെ 2024 നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. 2024 കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ടാവും. സാധാരണ മനുഷ്യന്റെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നിങ്ങൾ ഈ ഒരു ഫിഗർ എവിടെയോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇത് മനുഷ്യന്റെ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്ന സാധനം ഏകദേശം ഇങ്ങനെയായിരിക്കും. മനുഷ്യന്റെ ടോട്ടൽ ഇമ്പൾസ് തന്നെ കുറച്ചു കാലം ഇങ്ങനെ വർക്ക് ചെയ്യുക, പിന്നെ പെട്ടെന്ന് കുറച്ച് കൂടുതൽ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, ഇത് വല്ലാണ്ട് ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ താളം തെറ്റിപ്പോകും. പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകും. അത് ലൈഫിലും കരിയറിലും ഒക്കെ സംഭവിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, കാർഡിയാക് ഇഷ്യൂസ് എന്ന് പറയാ. ഇഷ്യൂസിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ വല്ലാണ്ട് അങ്ങ് വിശ്രമിച്ചു പോവുകയും അധ്വാനിക സമയത്ത് വല്ലാണ്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന രീതി വേണ്ട. പകരം ഇതും ശരിക്കും അത്യാവശ്യമൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ പോവുക എന്നുള്ളതാണ് വേണ്ടത്. അതിനാണ് നമ്മൾ നിരന്തരമായ അധ്വാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണേൽ ആമ വേഴ്സസ്, അത് ഓർമ്മയുണ്ടല്ലോ, ഹെയർ ആൻഡ് ടോർട്ടിസ് കോമ്പറ്റീഷൻ. ആമയും മുയലും തമ്മിലുള്ള പന്തയം ഓർക്കുക. ആമ കൺസിസ്റ്റന്റ് ആയിരുന്നു, മുയൽ ഭയങ്കര അധ്വാനിയായിരുന്നു, പെട്ടെന്ന് തുള്ളി കളിച്ച് എവിടെയോ വിശ്രമിക്കുന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നെ എപ്പോഴും ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചാലും ഫൗണ്ടേഷൻസ് വേണം. എന്നോട് ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, MSc ഫിസിക്സ് കഴിഞ്ഞ് വന്നിട്ടും ന്യൂട്ടൺസ് ലോ ഡിഫൈൻ ചെയ്യാൻ തെറ്റിപ്പോയ കുറച്ച് സ്റ്റുഡൻസ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ബോർഡ് പോയിരുന്നു. അതിന് കാരണം എന്താ? അവരോട് നിങ്ങൾ ചോദിക്കേണ്ടത് ഹയർ ലെവലുള്ള സാധനങ്ങളാണ്, അതവർ പറയും. പക്ഷേ ബേസിക് ഫൗണ്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തകർന്നു പോകും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ QA, റീസണിങ്, ഇംഗ്ലീഷ് എന്തായാലും ഫൗണ്ടേഷൻസിൽ കൂടുതൽ ശ്രദ്ധിക്കുക. 2023 ഇനിയുള്ള സമയവും 2024 തുടക്കം കുറച്ച് സമയവും നിങ്ങൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ ഉപയോഗിക്കുക. എപ്പോഴും ഏറ്റവും ഉയരത്തിലെത്താൻ തീരുമാനിക്കുക. ഏറ്റവും ടോപ്പ്, അതായത് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ പോരി എന്നല്ല, ഏറ്റവും മുകളിൽ. ഇന്ന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് ബുർജ് ഖലീഫയിലെ ഏറ്റവും മുകളിൽ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചൊരു ഫോട്ടോ, ഫാമിലി അടക്കമുള്ള പോസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒന്ന് ബുർജ് ഖലീഫ ആയതുകൊണ്ട് മാത്രമല്ല, അത് ഏറ്റവും ഉയർന്നൊരു കെട്ടിടമാണ്. അതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്തിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ്, അയാൾ അച്ചീവ് ചെയ്തതിന് ശേഷം, സാലറി ഒക്കെ വാങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു ടൂർ പോകുന്നു ഫാമിലിയായിട്ട്. എന്നിട്ട് അവിടുന്ന് ഒരു ഫോട്ടോ ഇടുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമുണ്ട്, I always aim to get onto the top of everything. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, if you want to scale a mountain, when you reach the top of one mountain, you must always remember that it's the bottom of another mountain. So that happens at the top of every mountain, you will have another mountain to climb. അത് എപ്പോഴും ഓർക്കണം. നമ്മൾ ഒരു നേട്ടം, ഇപ്പൊ ഒരു ക്ലാർക്കായി കിട്ടി, അവിടെ അടങ്ങി കൂടരുത്. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ പറ്റുമോ നോക്കണം. കാരണം ഒരൊറ്റ ജീവിതം 120 വയസ്സ് വരെയൊക്കെ മാക്സിമം ജീവിക്കാവുന്ന ഒരു ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഉയരത്തിൽ എത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കണമെന്ന്. നിങ്ങൾ നോക്കണം. അത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. എൻജോയ് ചെയ്യേണ്ട രീതിയിൽ എത്ര കാലങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും അത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ആൻഡ് ഓൾവേസ് ബി ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ഹയർ അച്ചീവ്മെന്റ്സ് ഇൻ ലൈഫ്. എപ്പോഴും ഇതിലും കൂടുതൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേടൽ മാത്രമല്ല കേട്ടോ. അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ നേട്ടം കൊണ്ടും നിങ്ങൾക്ക് കൊടുക്കുവാനുള്ള കപ്പാസിറ്റിയും കൂടുന്നുണ്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടുന്നുണ്ട്. അതായത് ബാങ്കിൽ ഒരു ലോണിനെ പറ്റി അന്വേഷിക്കാൻ വരുന്ന ഒരാളെ ഒരു ബാങ്ക് ക്ലാർക്കിന് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർക്ക് അല്ലെങ്കിൽ പ്രൊബേഷണറി ഓഫീസർക്ക് സഹായിക്കാൻ പറ്റും. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചീഫ് മാനേജർക്ക് പറ്റും, റീജിയണൽ മാനേജർക്ക് അതിലും കൂടുതൽ ചെയ്യാൻ പറ്റും, പ്രൊജക്ട് ലോണുകൾ വരെ സാങ്ഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. അതായത് മറ്റുള്ളവർക്ക് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എത്ര ഉയരത്തിലേക്ക് എത്തിയാലുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പദവികളിലൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേതാവുന്നത് ഒരുപാട് ജീവിതങ്ങളുടെ ദിശ തീരുമാനിക്കാനുള്ള, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരമാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഓരോരുത്തരും ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഓരോരുത്തരും ജനമനസ്സുകളിൽ എത്തി സ്ഥിരമായ പ്രതിഷ്ഠ നേടുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾ എന്ത് പൊസിഷനിലെത്തിയാലും ബി കൈൻഡ്, ദയുള്ളവരായിരിക്കുക. ബി ഗ്രേസ്ഫുൾ, മാന്യമായ രീതിയിൽ എല്ലാവരോടും ഇടപെടുക. ബി താങ്ക്ഫുൾ. നമ്മൾക്ക് ഈ അവസരങ്ങളൊക്കെ കിട്ടിയല്ലോ എന്നുള്ളതിന് നമ്മൾ ജഗദീശ്വരനോടോ അല്ലെങ്കിൽ ഏതോ ഒരു പ്രകൃതി ശക്തിയോടോ, ഏതോ ഒരു ശക്തി രാവും പകലും ഒക്കെ ഇങ്ങനെ സയൻസിന്റെ ഇതിലാണ് ഉണ്ടാക്കി വരുന്നു. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അത് സംഭവിക്കുന്നു, നമ്മുടെ പരീക്ഷ എഴുതാൻ ഒരു അവസരം കിട്ടുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത. ഇത് കിട്ടാത്ത നമ്മളെ പോലെയോ അതിലപ്പുറമോ കഴിവുള്ള ആരൊക്കെയോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി കൂടി സേവനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണിത്. ഈ അവസരം എനിക്ക് കിട്ടിയതിന് ഞാൻ സർവ്വലോക
സർവ്വലോകത്തിലെ എല്ലാ എനർജികളോടും എല്ലാ ദൈവങ്ങളോടും എല്ലാവരോടും നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ മനസ്സിൽ കരുതുകയും മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു രീതിയിലും ഒന്നിനും കഴിവില്ലാത്ത ഒരാൾ, ദരിദ്രനായ ഒരാൾ, രോഗപീഡിതനായ ഒരാൾ ദൈവത്തിന്റെ സന്ദേശവാഹകനാണ്, എനിക്ക് നന്ദി കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ള തലത്തിലേക്ക് മനസ്സുയർത്താൻ സാധിക്കുമെങ്കിൽ, ഇഫ് യു ക്യാൻ അപ്ഗ്രേഡ് യുവർ മൈൻഡ് ടു ദ ലെവൽ ഓഫ് ഡിവിനിറ്റി ടു ഹെൽപ്പ് അതേഴ്സ്, that will be great, my dear friends. So be thankful and grateful to the entire universe for whatever opportunities that you get. Every day you are waking up, breathing in, breathing out, you are happy, you can smile. So be grateful. Be ready for the opportunity. അടുത്ത അവസരത്തിന് തയ്യാറായിരിക്കുക. Be proactive always. എപ്പോഴും ചെയ്യേണ്ടത് ഒന്നാണെങ്കിൽ 1+ ചെയ്യാൻ തയ്യാറാവുക. ഇതാണ് proactive എന്ന് പറയുന്നത്. ഇത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു സംഗതിയാണെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യുന്ന ഒരാളാണ് proactive എന്ന് പറയുന്നത്. proactive നേച്ചർ വിജയിച്ച എല്ലാവരുടെയും പ്രത്യേകതകളാണ്. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് ലോകം രേഖപ്പെടുത്തിയിട്ടുള്ള ആരെയും എടുത്തു നോക്കുക. മഹാത്മാഗാന്ധി ആവട്ടെ, അബ്രഹാം ലിങ്കൺ ആകട്ടെ, സ്റ്റീവ് ജോബ്സോ, മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സോ, ആരെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ നാരായണ മൂർത്തി ആകട്ടെ, അവരെല്ലാം തന്നെ ചെയ്യേണ്ടത് ചെയ്തവരല്ല, ചെയ്യേണ്ടതിന്റെ അപ്പുറത്തേക്ക് ചെയ്തവരാണ്. അതിന്റെ ധൈര്യം കാണിച്ചവരാണ്. അതെപ്പോഴും ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കൂ. ഐ എം എ ലിറ്റിൽ ബിറ്റ് pretty fast right now. I have to stop this in a few while. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഇൻ അഗ്രി. ഇനി കുറച്ച് 2024 കുറച്ച് അഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ തന്നെ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ, അത് ഐ ആം എ ഫ്യൂച്ചർ ബാങ്ക് ഓഫീസർ, ഐ വിൽ ബി എന്നൊന്നുമല്ല, ഐ ആം എ ഫ്യൂച്ചർ ബാങ്ക് ഓഫീസർ ആണ്. ബാങ്ക് ഓഫീസർ HSA ആണ്, HST അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ ആണ്. ഐ ആം എ ഫ്യൂച്ചർ ഹൈസ്കൂൾ ടീച്ചർ, ഐ ആം എ ഫ്യൂച്ചർ LP സ്കൂൾ ടീച്ചർ ഓർ UP സ്കൂൾ ടീച്ചർ, ഐ ആം എ ഫ്യൂച്ചർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ഐ ആം എ ഫ്യൂച്ചർ ഇൻകം ടാക്സ് inspector, I am a future JRF, I am a future JRF in physics, chemistry, biology, whatever, bioscience, whatever it be. I am a future scientific officer, I am a future civil servant, I am a future officer, I am a future PhD, whatever it be. നിങ്ങളുടെ അഫർമേഷൻ സെന്റൻസ് ഇപ്പൊ തന്നെ എഴുതുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് ഇടുക. ഐ ആം എ ഫ്യൂച്ചർ ഡാഷ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നിങ്ങൾ ആരാണ്? ഐ ആം എ ഫ്യൂച്ചർ ഡാഷ്. ഓൾറെഡി അച്ചീവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവിടുത്തെ എന്താണോ അടുത്ത എയിം അത് എഴുതാം. 2024 ഒരു ദിശാബോധം നൽകാൻ വേണ്ടിയിട്ടാണ്. ബാങ്ക് ഓഫീസർ, ഗുഡ്. അങ്ങനെ ഓരോരുത്തരും എഴുതും. ICDS സൂപ്പർവൈസർ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ ഓരോരുത്തരും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ 2024 നിങ്ങളെ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതിന്റെ മുന്നിൽ അവിടെ ചുമറ്റ മുകളിൽ ഐ ആം എ ഫ്യൂച്ചർ whatever it be. ICDS സൂപ്പർവൈസർ ആണ്, അത് ബാങ്ക് ഓഫീസർ ആണ്, അത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ CBI ഓഫീസർ, CBI ഇൻസ്പെക്ടർ ആണ്, അതെന്താണെന്ന് വെച്ചാൽ അത് അവിടെ എഴുതിയിടാൻ തീരുമാനിക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കണം. ഇതിനെല്ലാം അന്തർലീനമായ തത്വം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ് കേട്ടോ. ഹാപ്പി ആയിരിക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാലും ഹാപ്പി ആവാലോ. 2 വഴിയുള്ളത്. ഒന്ന്, ഭക്ഷണം കഴിച്ചിട്ടില്ല ഹാപ്പി ആവാതിരിക്കാം, ഭക്ഷണം കഴിച്ചിട്ടില്ല ഹാപ്പി ആയിട്ടിരിക്കാം. ഏതാ നല്ലത്? ഹാപ്പി ആവുക എന്നുള്ളതാണ്. ഹാപ്പി ആയി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഭക്ഷണം അവിടെ തരാനുള്ള ഒരു സാധ്യത തന്നെ നിൽക്കും. അൺഹാപ്പി ആയിട്ടുള്ള സോളുമായിട്ട് ഇടപെടാൻ ആരും തയ്യാറാവില്ല. അതെപ്പോഴും ഓർക്കുക. എല്ലാവരും ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി വെക്കുക. എപ്പോഴും ഇതൊരു ഓർമ്മ വേണം. 2023 നമ്മളുടെ മനസ്സിലേക്ക് നൊമ്പരങ്ങൾ കൊണ്ടുവരുന്ന, കുറെ കാലം കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ പറ്റി നമ്മളോട് പറയുന്ന ഒരു വർഷമാകാം. അതല്ലെങ്കിൽ നമുക്കൊരു അവസരം കിട്ടിയിരുന്നതിന്റെ നല്ലൊരു ഓർമ്മകൾ നമുക്ക് നൽകിയേക്കാം. ഇതെല്ലാം പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ ഓർത്തെടുക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ 2024 പുതിയ വഴികളുടെ ഒരു വർഷമാണ്. നമ്മുടെ പുതിയ തീരുമാനങ്ങൾ നമ്മുടെ പുതിയ ദൂരങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ പ്രോഡക്റ്റ്, യു ഹാവ് ടു ചേഞ്ച് ദ ടെക്നോളജി ദാറ്റ് വി യൂസ് ടു പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ്. എന്താണോ പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടത്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പഴയ ടെക്നോളജി ഉപയോഗിച്ചാൽ കിട്ടില്ല. പുതിയ ടെക്നോളജി ഉപയോഗിക്കണം. പുതിയ ടെക്നോളജി ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ 2023 നിങ്ങൾക്ക് നൽകിയ ഒരു ടെമ്പറൽ പ്രോഡക്റ്റ് അല്ല വേണ്ടത്. സമയം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോഡക്റ്റ് ജീവിതത്തിലെ വിജയമോ പരാജയമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നേടാതിരുന്നതോ അങ്ങനെ എന്തെങ്കിലും അതേ പ്രോഡക്റ്റ് അല്ല. വ്യത്യസ്തമായ, കൂടുതൽ മനോഹരവും സ്വീകാര്യവുമായ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി മാറ്റിയേ തീരൂ. നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന ശീലങ്ങൾ, നമ്മളെ ഹാബിറ്റ്സ് ആണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. എവ്രി വൺ ഈസ് ഡിഫൈൻഡ് ബൈ ഹിസ് ഹാബിറ്റ്സ് എന്ന് പറയും. ഡിഫൈൻഡ് ബൈ ഹിസ് ഹാബിറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ബൈ ഹിസ് ഹോബീസ് എന്ന് പറയും.
അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും നമ്മളെ ഹാബിറ്റാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആരാണ് എന്നുള്ളത് മറ്റവരെ മനസ്സിലാക്കാനാണ് നമ്മൾ ഹോബീസ് സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹാബിച്വൽ കറക്ഷൻ കൊണ്ടുവരിക. രാവിലെ എണീക്കണമെങ്കിൽ രാവിലെ എണീക്കുക. ലേണിംഗ് ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് പ്രൈം ഡയറക്ഷന്റെ ഈ ഒരു വാക്യം എപ്പോഴും അറിയാലോ, വിജയിക്കാൻ എന്താണ്? വിജയിക്കാൻ കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഈ പഠിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന ഏരിയയിലായതുകൊണ്ടാണ്. അധ്വാനിക്കണം എന്നാണ് ശരിക്കും വരിക. എന്തിലും വിജയിക്കാൻ അതാ വേണ്ടത്. അപ്പോ സാധാരണഗതിയിൽ ആൾക്കാരോട് പറഞ്ഞു, ഞാനതൊരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു കഷ്ടപ്പാടായിരുന്നു എന്നാണ്. ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെ, കഷ്ടപ്പാട്. അതല്ല, ഞാൻ പുതിയൊരു വേർഡ് കോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണത്? നമുക്ക് വേണ്ടത് കഷ്ടപ്പാടല്ല, പകരം എന്താണ്? ഈ വാക്ക് പുതിയതാണ് കേട്ടോ, ഇഷ്ടപ്പാട്. അപ്പൊ വിജയിച്ചവന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത് കഷ്ടപ്പാടല്ല, ഇഷ്ടപ്പാടായിരിക്കണം. 2024 ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന, നമ്മളുടെ മനസ്സിലേക്ക് ഇഷ്ടപ്പാടുകൾ ഒരുപാട് കയറി വരുന്ന, കാലം കോറിയിടുന്ന ഒരു വർഷമാകണമെന്നായിരിക്കണം നമ്മളുടെ സ്വപ്നം എന്ന് പറയുന്നത്. ന്യൂ ഇയർ ഇസ് ന്യൂ ഓൺലി ഫോർ ദോസ് ഹൂ try, decide, dedicate, prepare, practice, try and try, fail but learn to try better. Okay. ന്യൂ ഇയർ ആർക്കാണ് ന്യൂ ഇയർ? അല്ലെങ്കിൽ ഓൾഡ് ഇയർ 2023 തന്നെ പുതിയൊരു പാക്കിൽ കൊണ്ടുവരുമ്പോൾ ആയി പോകും. 2024 പുതു വർഷമാകുന്നത് ആർക്കാണ്? ശ്രമിക്കുന്നവർക്ക്. എന്തിനു ശ്രമിക്കുന്നവർക്ക്? മാറാൻ ശ്രമിക്കുന്നവർക്ക്, ടെക്നോളജി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്, പുതിയ വിജയം എന്ന പുതിയ പ്രോഡക്റ്റോ സർവീസോ ഉണ്ടാക്കാൻ വേണ്ടി പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ച് അത് ട്രൈ ചെയ്യുന്നവർക്ക്, അങ്ങനെ തീരുമാനിക്കുന്നവർക്കും ആ തീരുമാനം നടപ്പാക്കാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നവർക്കും. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. നമ്മളെ തന്നെ അതിനെ മുഴിഞ്ഞു വെക്കുകയാണ്. ആ പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സുരേഷാണ്, രമേശാണെന്ന് പറയുന്നതിന് പകരം ആൾക്കാരെ കൊണ്ട് ബാങ്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാളാണ് എന്നോ ICDS സൂപ്പർവൈസർ ആകാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നോ പറയിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്വയം അങ്ങനെ ആയി പോകുന്ന രീതിയിലുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. പിന്നെ പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കൽ മാത്രമല്ല, പരീക്ഷയ്ക്ക് പഠിക്കൽ, അതിൽ പഠനത്തിന്റെ ഭാഗമായി നടത്തുന്ന ടെസ്റ്റ് പേപ്പറുകൾ എഴുതൽ, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കൽ, ഓരോ ടെസ്റ്റും നൽകുന്ന ഇത് നിനക്കറിയില്ല, ഇത് നീ പഠിച്ചില്ലേ എന്നുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് അത് ഞാൻ പഠിക്കാം, അത് പഠിച്ചു എന്ന് പറയുന്ന രീതിയിൽ പ്രാക്ടീസും വീണ്ടും ശ്രമവും കൊണ്ടുപോകുന്ന ഒരാൾ. അതാണ് ആ പ്രിപ്പറേഷൻ. പ്രാക്ടീസ് വീണ്ടും ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക, വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി വേണം. പ്രാക്ടീസിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. നിങ്ങൾ ഒരു ചെറിയൊരു ദീപം എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കറക്കിയാല് ഒരു ദീപമല്ല നിങ്ങൾ കാണുന്നത്, ദീപത്തിന്റെ ഒരു വലയമാണ്. പ്രാക്ടീസ് അങ്ങനെ ഒരു ദീപത്തിന്റെ വലയം ഉണ്ടാക്കുകയും നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ അധ്വാനത്തിന്റെ ചുറ്റും ഒരു പ്രഭാവലയം ഉണ്ടാക്കുകയും ചെയ്യും. അത് എല്ലായിടത്തേക്കും പ്രകാശം പരപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അധ്വാനിച്ചാൽ പോരാ, നിരന്തരം അധ്വാനിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് പരീക്ഷയാണോ എഴുതുന്നത് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ട്രൈ ആൻഡ് ട്രൈ എന്ന് പറയുന്നത് വീണ്ടും ട്രൈ എഴുതാൻ സ്ഥലമുണ്ട്, ഞാൻ വീണ്ടും ഇങ്ങനെ എഴുതാൻ, ഇതിങ്ങനെ നിരന്തരം ഒരു തവണ ചെയ്യുക, 2 തവണ ചെയ്യുക എന്നല്ല, ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് ഒരു ക്രേസ് വേണം. ക്രേസി. എന്തുകൊണ്ട് ക്രേസി? നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രേസ് ഉണ്ടാവും അല്ലെ, ക്രേസ് ഉണ്ടാവും. ആ ക്രേസ് ഉള്ള ഒരാളാണ് ഏത് വണ്ടി, പുതിയ വണ്ടി ഓടിക്കാൻ എല്ലാത്തിനും തയ്യാറാവുന്നത്. ഇതുപോലെ നിങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ക്രേസ് ഉണ്ടാവണം, QA ചെയ്യുക ക്രേസ് ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഫെയിൽ ആയാലും ഒരു പ്രശ്നമില്ല, പക്ഷേ ലേൺ ടു ട്രൈ ബെറ്റർ. ഓരോ ഫെയിലിയർ ഒന്നും എങ്ങനെ കൂടുതൽ നന്നായി പരിശീലിക്കാം എന്നുള്ളത് നമുക്ക് കിട്ടണം. ഇത് മനസ്സിലായോ? ഇതെന്താ ഉദ്ദേശം മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ ബൈ ദിസ്? ഇഫ് യെസ്, പോസ്റ്റ്. യെസ്, അണ്ടർസ്റ്റുഡ്. കം ഓൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ആണ്. നിങ്ങൾ പരാജയപ്പെട്ടോളൂ, തോറ്റുപോകുന്നു വിചാരിച്ച് ചെയ്യാതിരിക്കണ്ട. ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ ഓൾവേസ് ആസ്ക് മൈ സ്റ്റുഡൻസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് among themselves or to relatives, peers, maybe public officers. But some of them hesitate because fear of failure. തെറ്റിപ്പോയാലോ? തെറ്റിപ്പോകുന്നതിന് എന്താണ് തകരാറ്? പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ തെറ്റ് വരുള്ളൂ, പ്രവർത്തിക്കാത്തവർക്ക് തെറ്റ് വരില്ല. Let us try and fail.
അതാണ് നമ്മൾ എപ്പോഴെങ്കിലും ഇറ്റ് ഇസ് ബെറ്റർ ടു ഹാവ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ് ആൻഡ് നെവർ ടു ഹാവ് ലവ്ഡ് അറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് നമുക്ക് ഇത് ശ്രമിച്ച് പരാജയപ്പെടുന്നതാണ് ശ്രമിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. ശ്രമിച്ചിട്ടില്ല ടോട്ടൽ ഫെയിലിയർ ആണ്. ശ്രമിച്ചാലോ ഫെയിലിയർ ഉണ്ടാകും, ജയിക്കാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. പലതവണ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരിയായിക്കോളും. അപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ 2024 ഒരു അജണ്ടയായിട്ട് എടുക്കുക. നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുന്നവരായാലും, കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് വീട്ടിലിരിക്കുന്നവരായാലും, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അടുത്ത 2024 ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് റെഡിയാക്കുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വോണ്ട് ടു ലിവ് എ ഹാപ്പി ലൈഫ്, tie to gods, not to people. നമ്മൾ ഏറ്റവും വലിയ ഫെയിലിയറാണ്. പലപ്പോഴും നമ്മൾ പലതും വ്യക്തികളെ ആശ്രയിച്ചു പോകും, വ്യക്തികളുമായി ടൈ ചെയ്യും. വി വിൽ ഡിസ്കസ്, നെവർ ഡിസ്കസ് പീപ്പിൾ, നെവർ ഡിസ്കസ് പീപ്പിൾ. ഒരിക്കലും നെവർ ഡിസ്കസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ചർച്ച ചെയ്യരുത്. ഡിസ്കസ് ഐഡിയാസ് എന്ന് പറയും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം ലക്ഷ്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് 2024 എൻ്റെ ലക്ഷ്യം. തീരുമാനിച്ചാൽ നിങ്ങൾ ഹാപ്പിയായി. എന്താണ് കൺഫ്യൂഷൻ ഇല്ല, എന്താണ് വേണ്ടത്, കിട്ടുമോ, ലെറ്റ് മീ ട്രൈ. കിട്ടിയില്ലെങ്കിലോ ഐ വിൽ ട്രൈ അഗൈൻ, ഐ വിൽ ഹാവ് സം ലെസൺസ് ലേൺഡ്, ഐ വിൽ ട്രൈ അഗൈൻ. ഇതായിരിക്കണം. ഇത് പറഞ്ഞിരിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഒരുപക്ഷെ മനുഷ്യരാശിയിലെ ഏറ്റവും ഉയർന്ന ഭൗതിക നിലവാരങ്ങളൊക്കെ പുലർത്തിയിരുന്ന ഒരു ബ്രെയിനാണ് ഐൻസ്റ്റൈൻ്റെത്. അദ്ദേഹം പറഞ്ഞതാണ്, തെറ്റല്ല. അപ്പൊ അത് ഏറ്റെടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളോട് എനിക്കിന്ന് പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതെന്ന് അറിയാലോ. ഡിഡ് യു ഗെറ്റ് സം ഓഫ് മൈ മെസ്സേജസ് മൈ ഡിയർ ഫ്രണ്ട്സ്? ഞാൻ പറഞ്ഞതിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ? എനിക്കറിയില്ല പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ചിലതൊക്കെ മനസ്സിലാകണമെങ്കിൽ ചില ലെവലിലേക്ക് നമ്മൾ ഇങ്ങനെ നമ്മളെ തന്നെ കൊണ്ടുവരണം. ചിലത് ഇപ്പൊ മനസ്സിലാവും, ചിലത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ചിലത് കുറേ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരുപക്ഷെ കോഴ്സും കഴിഞ്ഞ് ഒരു വിജയവും നേടിയെടുത്ത് വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് സാറിന് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴോ ഞാൻ പറഞ്ഞ ചിലതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാതിരിക്കില്ല. അപ്പോൾ അത് ആ സമയത്തെ വെക്കാതിരിക്കുക. ഇപ്പോഴേ ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും എല്ലാ കഴിവുകളും ഉള്ളവരാണ്. ഞാൻ എൻ്റെ ഈ പ്രൈം ഡയറക്ഷന്റെ വേദികളിലൂടെ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം തന്നെ യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരെയാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും സാധാരണ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ ഓരോ സംഭവങ്ങളാണ്. അതായത് അങ്ങനെ കഴിവുള്ളവരാണ് നിങ്ങൾ. പല രീതിയിൽ നിങ്ങൾ ചിലര് ബോഡി ലാംഗ്വേജിൽ എക്സലൻസ് ഉള്ള ആൾക്കാരുണ്ട്, ചിലര് പെരുമാറ്റ രീതികളിൽ എക്സലൻസ് ഉള്ള ആൾക്കാരുണ്ട്. ചില ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് അത്രയും നമുക്ക് അധ്യാപകർക്ക് വളരെയധികം എന്താ പറയുക സന്തോഷം തോന്നുന്ന രീതിയിലുള്ളതാണ്. ചിലരുടെ അപ്രോച്ച് വളരെ നല്ലതാണ്, ചിലർ ക്യൂയിൽ നല്ലവരാണ്, റീസണിങ് നല്ലവരാണ്, ചിലരുടെ ഒരു പക്ഷേ ഹോം സയൻസിലായിരിക്കും നല്ലവർ. അങ്ങനെ നിങ്ങളുടേതായ മേഖലകളിൽ നിങ്ങൾ എല്ലാവരും നല്ലവരാണ്. അപ്പം ആ മേഖല, എല്ലാ മേഖലകളും നിങ്ങളുടേതാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഹാപ്പി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പ്രധാന കാര്യം കൂടി പറയാനുള്ളത്, നമ്മളുടെ www.primedirection.in എന്ന വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൽ നിങ്ങൾ എല്ലാവരും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാനൽ, ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ ഷോ ഇറ്റ് ഹിയർ, ഇതിൽ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആ ഒരു കാര്യം കൂടി ചെയ്തു തന്നാൽ എനിക്ക്. നിങ്ങൾക്ക് ഈ സൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? Can you see this? Yes, sir. ഓക്കെ, ഇതില് ഈ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതില് ശരിയാവുന്ന അറിയില്ല. ടെസ്റ്റ് സീരീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രജിസ്ട്രേഷൻ ഫോം വരും. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രത്യേകിച്ച് ബാങ്ക്, RBI, SBI അങ്ങനെയുള്ളത്, SSC അങ്ങനെയുള്ള എക്സാംസ്, നിങ്ങളുടെ എക്സാംസ് നിങ്ങൾക്ക് ഇപ്പൊ അതിൽ കുറെ ഫ്രീ ടെസ്റ്റുകളുണ്ട്, അത് ചെയ്യാൻ പറ്റും. അപ്പൊ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും അതൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കുക. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും പറ്റുന്ന അതിൽ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. ഈ കറണ്ട് അഫയേഴ്സ്
ഇങ്ങനെ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് നമുക്ക് റീഡ് മോർ വെച്ചിട്ട് കൊടുത്തു ഡേറ്റ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഡിസംബറിൽ ഇപ്പോൾ 24-ാം തീയതി വേണമെങ്കിൽ അല്ലെങ്കിൽ 25 വേണമെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട സംഗതികൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഈ ഒരു സംഗതി നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തേക്കുക. ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സ് കിട്ടും. പിന്നെ ഓൺലൈൻ ടെസ്റ്റുകൾ നടത്താം. നിങ്ങൾ അതുപോലെ ബാച്ചിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് കുറെ ടെസ്റ്റുകൾ കൂടി നമ്മൾ അവൈലബിൾ ആക്കാനുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് വിൽ കം ലേറ്റർ ഓൺ. ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും, നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാര്യം എന്താണെന്നുള്ള പിടി കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ അതുകൂടി ഈ ഒരു ന്യൂ ഇയറിന് നിങ്ങൾക്കുള്ള നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ പ്രൈം ഡയറക്ഷന്റെ ടീമിന്റെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. സോ 2024 എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തി വെക്കാവുന്ന വിജയങ്ങളുടെ ഒരു വലിയ ശേഖരമായിരിക്കും നമ്മൾ നേടിയെടുക്കുക എന്ന് പ്രതിജ്ഞ ചെയ്യാം. അതിനുവേണ്ടി സർവാത്മന അധ്വാനിക്കാൻ തയ്യാറാണ് എന്നും ജീവിതത്തിലെ മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അധ്വാനിച്ച് അത് നേടിയെടുത്ത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ടാക്കുന്ന രീതിയിൽ 2024 മാറ്റുമെന്നും ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോ ലാസ്റ്റ് ഞാൻ പറയാതെ പോകുന്നത് ശരിയായിരിക്കില്ല. 2023 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിജയങ്ങളുടെ വർഷമായിരുന്നു. ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വിജയം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, HSST ഫിസിക്സിന്റെ ജൂനിയർ റിസൾട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ചിലർക്കൊക്കെ അതിന്റെ റിസൾട്ട് അറിയായിരിക്കും. ആകെ 101 പേര് മാത്രമുള്ള റാങ്ക് ലിസ്റ്റില്, മെയിൻ ലിസ്റ്റില് 68 പേരും നിങ്ങളുടെ സഹോദരന്മാരായ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. അതിൽ 1ാം റാങ്ക് 2ാം റാങ്ക് അങ്ങനെയുള്ള റാങ്കുകൾ 20 റാങ്കുകൾ വരെ, ആദ്യത്തെ 20 റാങ്കുകളിൽ 14 പേരും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ട, ഇതിലുണ്ടോന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ്. ആദ്യത്തെ 50 റാങ്കുകൾ എടുത്താലും 36-ലധികം ആൾക്കാർ നമ്മളെ സ്റ്റുഡൻസ് ആണ്. ഇങ്ങനെ, അതായത് ആ റാങ്ക് ലിസ്റ്റ് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഒരു വിജയമാണ് അവസാനം 2024 ലാസ്റ്റിൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം നമുക്ക് ആഘോഷിക്കണം. ഇത്തവണത്തെ നമ്മളുടെ അച്ചീവേഴ്സ് ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജനുവരി 14-നാണ്. എല്ലാ അച്ചീവേഴ്സും കൂടി വന്നിട്ട് ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ എലഗന്റ് ആയിട്ടൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ അച്ചീവേഴ്സ് ആയിരിക്കും. എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവരെയും കൂടി അതിലേക്ക് വിളിക്കാൻ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ എവിടെ വെച്ച് നടത്തണം എന്നുള്ളതൊക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എനിവേ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. യു വിൽ ഡെഫിനറ്റ്ലി ബി ഇൻവൈറ്റഡ് ആസ് ചീഫ് ഗസ്റ്റ് ഇൻ യുവർ അച്ചീവേഴ്സ് ഡേ. എനിവേ അതിൽ പങ്കെടുക്കുമെന്ന് ഇപ്പോഴേ പ്രതിജ്ഞ ചെയ്യുക. ഓക്കെ, വൺസ് അഗൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാന്റാസ്റ്റിക് ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും, അതായത് നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഏറ്റവും മികച്ചവരാണ്. നിങ്ങളെക്കാൾ നല്ലൊരു നിങ്ങൾക്ക് ഇനി കണ്ടെത്താനാവില്ല. ഏറ്റവും മികച്ച നിങ്ങളായി മാറുവാനാകട്ടെ 2024 നിങ്ങളുടെ ശ്രമം എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വൺസ് അഗൈൻ വിഷ് യു എ ഫാന്റാസ്റ്റിക് 2024. താങ്ക് യു. ഗുഡ് നൈറ്റ്.